ഉപദേശത്തിൽ കൂടി ഞങ്ങളെ അതിവത്സരമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ശുദ്ധരോഗികർത്താവേ രണ്ടാം ദിവസം ഞങ്ങൾ ഒന്നിച്ച് വിശുദ്ധായിരിക്കാൻ വചനം കേൾക്കാൻ കർത്താവേ, വചനം കൂടാതെ കേൾക്കാൻ ഞങ്ങളുടെ കർത്താവ് അയച്ചിട്ടുള്ളവർക്കായി സ്തോത്രം. ദൈവകൃപയിൽ സാന്നിധ്യം കർത്താവെ തിരിച്ചറിയുവാൻ നിന്റെ സാന്നിധ്യത്താൽ കർത്താവ് നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കർത്താവേ. ഞങ്ങളുടെ വചനം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അഭിയാചനോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ കർത്താവെ വചനം നൽകി നിന്റെ കൃപയിൽ ഞങ്ങൾ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കണ്ടുപോർക്കായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഗീതങ്ങൾ പാടിയ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് ഗാനങ്ങൾ ആരംഭിക്കുവാൻ കൺവെൻഷൻ കോളങ്ങളെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. ഉണർവ് യോഗങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഉണർവോടെ പാടുന്ന ഉണർവ് ഗീതമാകുമ്പോൾ ഉണർവിൽ ലഭിക്കാൻ ഞങ്ങൾ വരുന്ന ദിവസത്തിന് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കുകയും സമർപ്പണത്തിലാണ് അടയാളമായി നമുക്ക് ഒരുമിച്ച് ഈ ഉണർവ് ഗീതം പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് സന്ധ്യയിലെ കൺവെൻഷൻ ഈ ഗീതം പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. കേൾക്കുന്ന വചനം നമുക്ക് അനീതമായി പ്രാർത്ഥിക്കാം. ഉണർവിൽ ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗീതമാകുന്നത് കരങ്ങളടിച്ച് ഗീതം പാടാം. സോങ് നമ്പർ 6. Thank
ഏഴാമത്തെ ഗാനം എല്ലാവർക്കും കരങ്ങളടിച്ച് പാടാമെന്ന് എല്ലാവരും കരങ്ങളുള്ളതാണ്. പാടിപ്പോയില്ല ദേവാദേവി. Thank
തികച്ചു നാം ഒരുങ്ങി നിൽക്കണം. പ്രിയ വരവിന് താമസം ഏറെയില്ല. ഈ കൺവെൻഷൻ ഗീതത്തിലെ 8ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കണം.
സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, സാലിം രാജവിത വരുമാറി. 9-ാമത്തെ ഗീതം എല്ലാവർക്കും ചേർന്ന് കൈയടിക്കാം. കൈയടിക്കുവാണ്. സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക. സോങ് നമ്പർ 9. ഇന്നത്തേക്കുള്ള നിശ്ചയിച്ച ഭാഗമായിട്ട് മിസസ് ജോബിനെ പുറകെ സ്പർശിക്കുന്നത് ബൈബിൾ റീഡിംഗ് ബൈ മിസസ് ജോബിൻ. പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Genesis chapter 3
verses 8 to 13. വെയിലാകിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഇതാവുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വരിക. ഇതിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് മിസ്റ്റർ കെ ജേക്കബ് മിസ്റ്റർ കെ ജേക്കബ് ഇന്റർസെസറി പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വരിക. നമ്മെ കണ്ണിലടയ്ക്കാം. ദൈവകരങ്ങളിൽ നമ്മെ കൃത്യമായി സമർപ്പിക്കാം. കാരണവാൻ മനസ്സുവാനായ ഞങ്ങളുടെ സഭത്തിലെ ദൈവമേ, ഞങ്ങളുടെ കൺവെൻഷന്റെ 2ാം ദിവസത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണെന്നുള്ള കർത്താവേ, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകൽക്കാലത്തും ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപെരുക്കൽ അച്ഛനിൽ കൂടിക്കട്ട വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, അച്ഛനെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാരീരികമായും മാനസികമായും ആത്മീയമായും ഈ ദിവസങ്ങളിൽ നിന്റെ മകനെ അവിടുത്തെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് ശക്തിയേറിയ സന്ദേശം തന്നെ വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന എല്ലാ കൃപകളും തന്നതിനു വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ ദിവസം ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായ ശക്തി 7 വ്യത്യസ്തമായ തലത്തിൽ കൂടി ഓരോ ദൈവവിശ്വാസിക്ക് ലഭിക്കുന്നു എന്ന അച്ഛനോട് ഞങ്ങളെ കേൾപ്പിച്ച കർത്താവേ, ഇന്ന് പകൽക്കാലങ്ങളിൽ ഓരോ വിശ്വാസിക്ക് ആവശ്യമാകുന്ന 10 കൃപകൾ 10 തലത്തിൽ കൂടി ജീവിക്കാനായിട്ട് അച്ഛൻ വചനത്തിൽ കൂടി നമുക്ക് ആഹ്വാനം ലഭിച്ചു. അതിനൊക്കെയായി നമുക്ക് നന്ദിയോടെ ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. അച്ഛനെ ഈ രാത്രിയിലും ആത്മീയമായ ശക്തി ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കാം. ദൈവത്തിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൂരിലേക്കാനായി നമുക്ക് ഓരോ ഈ സമയം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കൂടി വന്നിരിക്കുന്ന ഈ ഞങ്ങളുടെ കൺവെൻഷനൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും ഞങ്ങളുടെ ഒതുക്കത്തിനും മാത്രമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഞങ്ങൾ വ്യക്തികളായി കുടുംബങ്ങളായി അനുഭവിപ്പാനും അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും ഈ കൺവെൻഷൻ കൂടിയൊക്കെ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങൾ നമുക്ക് ദൈവത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൺവെൻഷൻ യോഗങ്ങളൊക്കെയും ഞങ്ങൾ പരസ്പരം അവിടുന്ന് ചേർത്തുപിടിക്കലിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും കരുതലിന്റെയും അവസരങ്ങളൊക്കെ ആക്കി അടികൾക്ക് തീർക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സംഘർഷങ്ങളും യുദ്ധങ്ങളും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ ഇതിനോട് പരിഹരിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ലോകസമാധാനത്തിനായി ഞങ്ങൾ നമുക്ക് ദൈവത്തോട് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ നയിക്കുന്നതായ അച്ഛനെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കാം. അച്ഛനെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകളും ദൈവകരങ്ങളിൽ വെച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളോടുകൂടി ഈ ശ്ലോകത്തിൽ സംബന്ധിക്കുന്നതായ വിശ്രാന്തവാണി ഇടവകയിലെ വികാരിയായിരിക്കുന്ന അനിൽ അച്ഛനെ കരങ്ങളിൽ പ്രാർത്ഥിക്കാം. അച്ഛനെയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ വ്യക്തമായ കരങ്ങളിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വാർദ്ധക്യത്തിലും പ്രയാസങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരൊക്കെ ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലികളെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവയുടെ ജീവിതം കർത്താവെ സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനോടത്തെ പ്രയോജനമുള്ളതായി തീർക്കാൻ
ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി ലോകത്തുള്ളവിടുന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈ സമയം ഓർക്കാം. അവർക്ക് ഈ സമാധാനം സന്തോഷം ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് കൃത്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വസിക്കുന്നതായ പുരാണപ്പെടുത്ത കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായി ഞങ്ങൾക്ക് ഇതിനെ ആരാധിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് സ്തോത്രം ചെയ്തു. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിരിക്കുന്നതായ ഈ സമയത്ത് ഞങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കർത്താവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഇരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബന്ധത്തിലുണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അടികളെ ശക്തീകരിക്കണമേ. നല്ല നിലനിൽക്കുന്ന വ്യക്തികൾ പോലെ 30 60 100 മേനിയായി ഫലപ്രദമായി തീരുവാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ഞങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കണമെന്ന് സ്ഥാപനം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തോടെ മുന്നോട്ട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ചുരുക്കമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സന്ധികാരിക്കാൻ തക്കവണ്ണം തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കാൻ തക്കവണ്ണം അടികളെ അവിടെ കുത്തിച്ചിരിക്കുന്നതായ അടികൾ നന്ദിയോടെ ഞങ്ങൾ വാഴ്ചിരിക്കുന്ന കർത്താവേ, അടികളൊക്കെയും കർത്താവേ തിരുസന്ധിയിലെ ആയിരിക്കുന്നതൊക്കെ അവിടുത്തെ കൃപയാകുന്നു, അവിടുത്തെ കരുണയാകുന്നു. അവിടുത്തെ കരുണയെപ്പോഴും അടികളോട് കൂടെ ഉള്ളതിനാൽ അടികളെ വാഴ്ച ശ്രമിക്കുന്ന കർത്താവേ, തിരുസന്ധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന അടികളൊക്കെ ഈ അടികളിൽ ശ്രദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനം സംസാരിക്കുന്ന പ്രിയദാസനെയോട് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ മകനെ കൊടുത്തിരിക്കുന്ന എല്ലാ വിധമായ താലന്തുകൾക്കായിട്ടും കഴിവുകൾക്കായിട്ടും പരിജ്ഞാനത്തിനായിട്ടും അടികൾ നന്ദിയോടെ വാഴ്ച ശ്രദ്ധിക്കുന്നു കർത്താവേ. അതേബദ്ധമായി നിന്റെ മകനെ ശക്തീകരിക്കുകയും കർത്താവേ, അവിടുത്തെ തിരുനാമം നിന്റെ മകൻ കൂടി അധിപതിയെ ഓർത്തു കൊടുക്കാൻ ഇടയാകുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം അടികൾക്ക് ഉപയോഗിക്കുന്ന അടികൾ അതിശക്തി പ്രാപിച്ച് നാമമഹത്വത്തിനായി ജീവിക്കാൻ അടികളൊക്കെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന അടികളെ വീട്ടിൽ കരങ്ങൾ സമർപ്പിച്ചടികൾ പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ അടികളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ സന്നിധാനത്തിനുള്ള അടികളേടി പ്രാർത്ഥന അവിടുന്ന് കരുണയോടെ തിരുസന്നിധിയിൽ കൈക്കൊള്ളുമാറാകണമേ. എല്ലാ കാര്യങ്ങളും നീയോട് ശ്രദ്ധിച്ചു കേൾക്കുകയും വിശ്വസിക്കുന്നതായി ഞങ്ങളെ അവിടെ ശക്തീകരിക്കണമേ. ബലപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനത്തുനിന്നും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, കടന്നു വന്നതുപോലെയല്ല ആത്മീയമായ അവിടെ അനുഗ്രഹം പ്രാർത്ഥിച്ചു കടന്നു പോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ രൂപാന്തരം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് അങ്ങയുടെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ഒരുമിച്ച് കൺവെൻഷൻ 2-ാം ദിവസം വിശുദ്ധാലയത്തിലായിരിക്കാൻ കർത്താവ് നയിക്കുന്നതുപോലെ കാര്യങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം കാണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസഫ് പുത്തമരികളച്ചൻ, അന്നച്ചൻ, പ്രവചനങ്ങൾ, വിശ്വാസി ഇടവാങ്ങൾ, വിശ്വാസമാണ്. നമുക്ക് ഒരുമിച്ച് 2-ാം ദിവസം വചനം കേൾക്കുവാൻ, വചനം ധ്യാനിപ്പാൻ, ഇടവേളായിരിക്കാൻ കർത്താവ് നയിക്കുന്നതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒച്ചവാക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയ അല്ലച്ചൻ, അച്ഛനൊപ്പം വിശ്വാസ വഴി ഇടവാങ്ങൾ ഈ സന്ധ്യാസമയം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം ഈ ഇടവേള എല്ലാ മെമ്പേഴ്സിനും വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്ന് നടത്തിയ സംശയിക്കുക. നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വചന കൂടാരത്തിൽ വചനം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനാകുന്നത്. അച്ഛൻ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഇന്നലെ അച്ഛനെ വെൽക്കം ഒക്കെ ചെയ്ത് വീണ്ടും വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേകമായ ഒരു കൃപയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പ്രത്യേകമായ രീതിയിൽ വചനം പ്രഖ്യാപിക്കുവാൻ, വചനം സംസാരിക്കാൻ, പ്രഘോഷിപ്പാൻ, ഓരോ വ്യക്തിയിലേക്കും ഈ വചനം കേൾപ്പിക്കുവാൻ അതിന് പ്രായം എന്നില്ല. കൊച്ചു കുഞ്ഞായാലും മുതിർന്നൊരു പൗരനായാലും കേൾക്കുന്ന എല്ലാവർക്കും വചനം വളരെ ഈസിയായി മനസ്സിലാക്കാം. വചനത്തിൽ താല്പര്യം
കലർത്തിക്കൊണ്ട് ഹാസ്യം കലർത്തിക്കൊണ്ട് ആ വചനം കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ മാറ്റി കൂട്ടുവാൻ അച്ഛന് സാധിക്കുന്നു. അപ്പോൾ ഓരോ വചനവും അച്ഛൻ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ആ റിഫ്ലക്ഷനകത്ത് തന്നെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നും നാം കേൾക്കാൻ പോകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീർക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. ശക്തമായ ചില ദൂതുകൾ അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ശക്തമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു. ഇന്ന് ദൈവം നമ്മോട് ഈ അച്ഛനെ കൂടി സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. വചന സൂക്ഷിക്കാതെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പാട്ടിൻ്റെ ഒരു ചരണം നമുക്ക് ഒരുമിച്ച് പാടാം. പാടിയിട്ട് വചന സൂക്ഷിക്കാനായിട്ട് നമുക്ക് തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. 21-ാം ഗീതം അതിലെ 4-ാം ചരണം. സത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കും. സത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ, സൽപ്രവർത്തിക്കു ശക്തന്മാർ ആനന്ദം നൽകുന്ന ദൈവമുഖപ്രസാദം നിത്യമവകാശം കേൾക്കുക. ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക, ജീവന്റെ വാക്യങ്ങൾ യേശുവിൻ തിരുപാദത്തിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു ക്രിസ്തുവിൻ്റെ 7 അധികാരങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളിൽ ചില തടസ്സങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിന് വലിയ ഒരാഗ്രഹമായിരുന്നു നയാഗ്ര വെള്ളച്ചാട്ടം കാണും. ടൊറോണ്ടോയിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ സ്നേഹിതന്മാർ എന്നെ നയാഗ്ര വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുപോയി. വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ തിരിച്ച് കാണും. ഗ്ലാസ്സിൽ ചീലാക്കിയിട്ട് കയ്യിൽ കരുതിയ ഒരു കുപ്പിയെടുത്ത് വെള്ളത്തിലേക്ക് നീക്കി പിടിച്ചു. നിരവധി വണ്ടികൾ നിരന്തരം ഹോണടിച്ച് എത്തിയപ്പോൾ വണ്ടി മുമ്പോട്ടെടുത്തു. ശാന്തമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വണ്ടി നിർത്തി. നയാഗ്രായിൽ നിന്നും കുപ്പിയിൽ പിടിച്ച വെള്ളം കുടിക്കാൻ വേണ്ടി കുപ്പിയെടുത്ത് ചുണ്ടോടെ പിടിച്ചു. ഞെട്ടിപ്പോയി. ഉള്ളിൽ വെള്ളം പോലും വായിലേക്ക് വരുന്നില്ല. കുപ്പി കാണിച്ചത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലാണ്, പക്ഷെ വെള്ളം വായിലേക്ക് വരുന്നില്ല. എന്താ പറ്റിയത്? വെപ്രാളത്തിൽ വേവലാതിക്കിടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ഞാൻ കുപ്പി കാണിച്ചപ്പോൾ ടെൻഷൻ കാരണം അടപ്പ് പോരാൻ നടന്നുപോയി. ഇത് വെള്ളത്തിന് പ്രശ്നമില്ല, കുപ്പിയുടെ അടപ്പ് പോരാഞ്ഞതാണ്. നമ്മൾ വിശ്വാസ സമൂഹം ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ധ്യാനിക്കുന്നു, പക്ഷേ ഉള്ളിലേക്ക് വരാത്തതിന് കാരണം ഹൃദയമെന്ന കുപ്പിക്ക് പാപത്തിൻ്റെ അടപ്പുകൾ, തിന്മയുടെ അടപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ധ്യാനദിവസങ്ങളിൽ മുഴുവൻ സ്തുതിപ്പ്. എല്ലാവരും ബുധനും പരിശുദ്ധമായിരിക്കും സ്തുതി, എല്ലാവരും ബുധനും പരിശുദ്ധമായിരിക്കും സ്തുതി. പക്ഷെ ധ്യാനം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഈ അവസ്ഥ വരാം. മനുഷ്യനിൽ എങ്ങനെ പാപം വന്നുവെന്ന് നാടകീയമായി അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് ഉൽപ്പത്തി 3:8 മുതൽ 13 വരെ ആ സഹോദരി ആദ്യം വായിച്ചത്. മനുഷ്യനിൽ പാപം എങ്ങനെ അരങ്ങേറും? എല്ലാ മനുഷ്യരിലും പാപത്തിന് ബന്ധനമുണ്ട്. അതുകൊണ്ടാണ് റോമ 7:15 പൗലോസ്ലീഹ പറയുന്നു, ആര് എന്നെ ഈ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കും? ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ.
നാം എല്ലാവരും ഉണ്ട് ഒരു പാപവാസന. നല്ലത് പറയണമെന്നറിയാം, പറഞ്ഞവന് വരുമ്പം കുറ്റം മനസ്സിലാവുക. നല്ലത് കേൾക്കണമെന്നറിയാം, പക്ഷെ പരദൂഷണം കേൾക്കുമ്പം പരമാനന്ദം. നല്ലത് ചിന്തിക്കണമെന്നറിയാം, വേണ്ടത് ചിന്തിക്കുമ്പോൾ ഒരു രോമാഞ്ചം. മനുഷ്യൻ്റെ പ്രശ്നമാണ് ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധമനായ മനുഷ്യനാണ് നമ്മൾ. എല്ലാവരും ഉണ്ട് ഈ പാപത്തിൻ്റെ വാസന. കുറച്ച് നാൾ മുമ്പ് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിൽ ഞാൻ ഇറങ്ങുമ്പോൾ പ്രായമുള്ള ഒരമ്മച്ചി ബസ്സിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാസ്റ്റിക് കൈ പിടിച്ച് കുട കൈ പിടിച്ച് സാവധാനം ബസ്സിൽ ഇറങ്ങി വരിക. അപ്പോൾ കുറേ ചെറുപ്പക്കാരൻ ആൺകുട്ടികൾ ബസ്സിൻ്റെ അകത്തേക്ക് ഇടിച്ചിരിക്കുന്നത്. ഇടിക്കുന്ന കാരണം ഈ അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവസാനം അമ്മച്ചി ഒരു കമന്റ് പറഞ്ഞത്, മകളെ നിങ്ങൾക്ക് ഈ വണ്ടി വേറെ ഏത് വണ്ടി വേണം കയറാൻ പറ്റും. എൻ്റെ ആവശ്യം നോക്കി എനിക്ക് ഇതേന്നല്ലാതെ ഏതെങ്കിലും വണ്ടിയിൽ ഇറങ്ങാനായിട്ട് പറ്റുമോ? വണ്ടിയാത്ര കാണാം മനുഷ്യൻ്റെ സ്വാർത്ഥത, സംസാരത്തിൽ കാണാം, ചിന്തകളിൽ കാണാം, ഇടപെടലിൽ കാണാം. ഇത് നാടകീയമായി അവതരിപ്പിച്ചു ഒരു ദിവസം. എല്ലാ മതങ്ങളിലും പാപബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകും, ഹിന്ദുക്കൾ രാമേശ്വരത്ത് പോകും. നമ്മൾ തീർത്ഥാടകരായിട്ട് വിശുദ്ധ നാട് സന്ദർശിക്കും, നോമ്പ് നോക്കും. ഒരു പാപമോചനം, വിശുദ്ധ കുമ്പസാരം കുർബാനയോട് ചേർത്ത് നമ്മുടെ സഭയിലാണ്. ഈ കുർബാന സ്വീകരിന് മുമ്പ് പാപങ്ങളേറ്റ് വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മളിലുള്ള ഒരു പാപത്തിൻ്റെ അവസ്ഥയെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. എല്ലാവരും ഉണ്ട് ഈ പാപവാസന. ഗംഗന വന്നുവെന്ന് നാടകീയമായി അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് 23 നമ്മൾ ശ്രമിച്ചത്. ആദ്യ മാതാപിതാക്കൾ സ്വതന്ത്രരായി നടന്നപ്പോൾ സാത്താന്റെ അപ്പൻ്റെ അപ്പൻ മുഖമുത്തപ്പൻ ഏതോ തൊഴിൽ പാമ്പിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നൊരു ചോദ്യം, മണ്ടിപ്പെണ്ണെ ഹവ്വ വിശക്കുന്നില്ലേ? അവിടെ വെച്ച് വിശക്കുന്നോ? കൂടുതൽ കഴിഞ്ഞ് രൂക്ഷബന്ധം മുകളിൽ അടിച്ചു കഴിഞ്ഞു. അത്രയും കട്ടിയുള്ള വിശം. ഇത്രമാത്രം വിശന്നാലും ഈ തോട്ടത്തിൽ നിന്നും ഏതെങ്കിലും പഴം തിന്നാൻ പറ്റുമോ? അവിടെ തന്നെ ചക്കപ്പഴം, മാങ്ങപ്പഴം, പേരയ്ക്ക, സപ്പോട്ടയ്ക്ക, പഴുത്ത് തുറത്ത് കിടക്കുന്ന ഏത് പഴം വേണമെങ്കിലും തിന്നാം. ഇതൊക്കെ തിന്നാലും ചുമന്ന് പഴുത്ത് കിടക്കുന്ന അത്തിപ്പഴം സംഘത്തിൽ അത് തിന്നാവോ? അവിടെ ഈ അതിൽ ഇറക്കപ്പെട്ട കനി അതിൽ വേറെ ഏത് പഴം വേണമെങ്കിലും തിന്നാം. പൊട്ടിപ്പെണ്ണെ പോയില്ലേ? ഈ പഴം തിന്നാതെ ഭൂമിയിൽ വേറെ ഏത് പഴം തിന്നെത്താൻ കാര്യം? പെണ്ണാണെങ്കിൽ അത് തന്നെ പിടിക്കടി, പൊടിക്കടി, കടിക്കടി, കെട്ടിയോടെ കടിപ്പിക്കടി. അവളും കഴിച്ചു, അവനും കഴിച്ചു. നാടകീയമായി അവതരിപ്പിച്ചു. ഇനി എന്താണ് പഴം? ആര് പുറത്തേക്കല്ല, വാഴപ്പഴം പോലെ, ചക്കപ്പഴം പോലെ, മാങ്ങാപ്പഴം പോലെ തോട്ടത്തിലെ മരം അത് തൂങ്ങിക്കിടക്കുന്ന പഴം അല്ല. ഉൽപ്പത്തിയുടെ പഠനത്തിൽ പഴം എന്ന് പറയുന്നത് മൊമെന്ററി പ്രഷർ, നൈമിഷിക സുഖം, ക്ലിംസി പ്രഷർ, മൊമെന്ററി പ്രഷർ. ഒരു നിമിഷത്തിന് സുഖം തരുന്നതാണ് പഴം തിന്നുക. സാത്താൻ പറയുന്നു നിമിഷത്തിന് സുഖം തരും പഴം തിന്നണം. ദൈവം പറയും നൈമിഷ്യ സുഖം നേടരുത്, പഴം തിന്നരുത്. മദ്യപാനം, മയക്കുമരുന്ന്, സ്വയംഭോഗം, നീലക്കാസിറ്റ്, വൃത്തികെട്ട ബന്ധങ്ങൾ, ഇതെല്ലാം പഴം ഒരു നിമിഷത്തിന് സുഖം. ദൈവം പറയും നിത്യമായ സൗഭാഗ്യം നേടാൻ ആഗ്രഹിക്കുന്നവർ ഭൂമിയിലെ കൊച്ചു കൊച്ചു സുഖങ്ങൾ ഉപേക്ഷിക്കണം. ഈ ഭൂമി സ്വർഗ്ഗം മുന്നാസ്വാദം എവിടെന്ന് വെച്ചാൽ പുഴിക്കടിയുള്ള ഭാഗത്ത് ചൊറിയുമ്പോഴാണ് സ്വർഗ്ഗത്തിന് മുന്നാസ്വാദം. ഉദാഹരണം, എൻ്റെ പെണ്ണിനെ പറയും വല്ലാത്തൊരു ചോദിച്ചത് ഒന്ന് മാന്തി കഴിക്കുന്ന സുഖമുണ്ട്, പക്ഷെ പുഴിക്കടി കരിയല്ല. പക്ഷെ കരിക്കുന്ന പ്രവണതയെ, മാന്തുന്ന പ്രവണതയെ ഞാൻ നിയന്ത്രിക്കുമ്പോൾ പുഴിക്കടി കരിയും. ഇതുപോലെയാണ് കുടിക്കാൻ തോന്നുന്ന കുടി വേണ്ടെന്ന് വെക്കുമ്പോൾ ആ ടെൻഡൻസി കരിയും. വലിക്കുന്നവൻ വലി വേണ്ടെന്ന് വെക്കുമ്പോൾ ആ ടെൻഡൻസി കരിയും. ജടികമായ പാപം ചെയ്യുന്നവൻ അതിൽ അകലുമ്പോൾ ആ ടെൻഡൻസി കരിയും. പഴം തിന്നരുത്, നൈമിഷ്യമായ സുഖം തേടരുത്. അപ്പം സാത്താൻ ആ സുഖത്തിന് പിന്നാലെ പോയി. അങ്ങനെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ഒളിക്കാനും മറിക്കാനും കഴിയും. തിന്മ ചെയ്യുന്നവരെ ഒളിക്കാനും മറിക്കാനുമില്ല. തിന്മ ചെയ്തപ്പോൾ ഒളിക്കാനും മറിക്കാനും തുടങ്ങി. 9:2-25 പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? മിസ്റ്റർ ആദം തുണിയില്ലാത്തവൻ, മിസ്സിസ് ഹവ്വ ദിഗംബരയായിട്ട് പോയി എന്നല്ല. വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ, നഗ്നരായി എന്ന് പറഞ്ഞാൽ
ഭർത്താവിനെ ഒളിക്കുന്ന വാട്സപ്പില്ല, ഫോൺ കോളില്ല, കാശിടപാടില്ല, പൂർവ്വവിദ്യാർത്ഥി ബന്ധമില്ല. ഭാര്യയെ മറിക്കുന്ന കാശിടപാടില്ല, കത്തടപാടില്ല, വാട്സപ്പ് കൂട്ടായ്മയില്ല. ഓഡിഷൻസിന് യാതൊരു മറിക്കുന്ന ബന്ധമില്ല. ഭർത്താവിനോട് സ്നേഹം പറഞ്ഞ ഭാര്യ പണ്ട് കോടതി പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടിട്ട് അവന്റെ പുറകെ പോയി പകർന്ന ബന്ധങ്ങൾ കോടതിയിൽ വന്നിട്ടുണ്ട്. ഭാര്യയോട് അല്പം അകൽച്ചയുള്ള ഭർത്താവ് പണ്ട് കൂടെ പഠിച്ച പെണ്ണുങ്ങളെ പുറകെ പോയി തകർന്ന ജീവിതങ്ങൾ കേരളത്തിലെ കോടതികളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അച്ഛനുമായി തീരുമാനം കോടതിയിൽ നോക്കിയിരുന്നു. അപ്പൊ രണ്ട് അനുഭവങ്ങൾ ചേർത്ത് വെക്കാനുണ്ട്. അനുഭവങ്ങൾ ഇപ്പൊ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഒരു വഴിയും ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഒളിക്കാനും മറയ്ക്കാനുമില്ലേലും നാണം തോന്നാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതാരാണ്? കൊച്ചു കുട്ടികൾ. നൂല് ബന്ധമില്ലേലും ഒരു നാണമില്ല. പട്ടാളക്കാരൻ പരേഡിന് പോകുന്നത് കൈ വീശി പോകുന്നതാണ്. ഞാൻ വീട് പ്രാർത്ഥിക്കും. ഓരോ മുറിയും പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പുനരജ്ഞാനം മാത്രമല്ല, നൂല് ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തും. തളവൻ ചിലർക്ക് നാണമില്ലേ, അകത്തുപോയി ഇട്ടോട് പാടാം. അപ്പോൾ ഈ ആഘോഷമായിട്ട് കാലങ്ങളിൽ ചെരുപ്പ് ഇട്ടുകൊടുക്കണം. ഇത് മതിയോ? ഒളിക്കാനും മറിക്കാനുമില്ല. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. പാലാടുത്ത് പിറവിത്താനും ആശുപത്രിയാണ്. 2 വർഷം മുമ്പ് ക്രിസ്മസ് നാൾ രാവിലെ 10 കുർബാന എത്താൻ വേണ്ടി ഞാൻ പോവുക. പാല KSRTC ബസ് സ്റ്റാൻഡിൽ വിളിച്ചപ്പോൾ 2 കുടിയന്മാര് പൂക്കുറ്റി പോസ്റ്റായിരിക്കും. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പോലെ, കരിഞ്ഞ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ നൂൽ ബന്ധമില്ലാതെ വളർന്നിരിക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി ഉടുത്തിടാൻ പറ്റുമ്പോൾ കഷ്ടപ്പെട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങളെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാണ് ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാണ് മറക്കരുത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹളവും ബഹുമാനം വേണം. പൂസായ നിരക്കിലും എനിക്ക് കൊണ്ടിടാനും തന്നെ ഇവനെ മൊത്തം വരച്ച് അവനെ പിടിക്കുകയും കുടിയാൻ ഒളിക്കാനും മറിക്കാനുമില്ല. തിന്മയുടെ മനുഷ്യൻ ഒളിക്കാനും മറിക്കാനും തുടങ്ങി. പാപം ചെയ്ത മനുഷ്യൻ തിന്മയിലെ വല്ലതുണ്ടോ? നേരെ വാ, നേരെ ഭർത്താവിനെ പേടിക്കാനൊന്നുമില്ലല്ലോ, ഭാര്യയെ പേടിക്കാനൊന്നുമില്ലല്ലോ. ആരെ പേടിക്കാനാ? ഉള്ളിൽ കള്ളവും ഒളിക്കലും മറിക്കലൊക്കെ ആയിരിക്കും. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ എന്താണ് പാപമെന്ന 2 ചിന്ത. നമ്മൾ പലപ്പോഴും ഒരുപാട് പാപത്തെക്കുറിച്ച് പറയുമ്പം പെണ്ണിനെ കിട്ടി, ആണിനെ കൂടി, 2 പേർക്ക് അടിച്ചു, 3 പുക വലിച്ച് ചുമ്മാ കോമള പോലെ പറയും. ചിലവല്ലോ പാപം. എന്താണ് പാപം? പാപത്തിന്റെ 1-ാം വ്യാഖ്യാനം, ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവും നൽകുന്നത് പാപം. അതാണ് പാപത്തിന്റെ വ്യാഖ്യാനം. ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവും കൊടുക്കുന്നത് എന്ത് പാപം. കുടിയന് കുടിക്കുന്ന സുഖം, ഭാര്യയ്ക്കും മക്കൾക്കും മുറിവ്. കെടി പറയുന്നവന് സുഖം, കേൾക്കുന്നവന് മുറിവ്. ചെയ്യുന്നവന് സുഖം, ചുറ്റുമുള്ളവന് മുറിവും നൽകുന്നതെല്ലാം പാപം. 2ാമത് ഒരു വ്യാഖ്യാനം കൂടിയാണ്. ചെയ്യുമ്പോൾ രസവും ചെയ്തു കഴിഞ്ഞ മനസ്സിന് ഭാരവും തരുന്നത് പാപം. ചെയ്യുമ്പോൾ രസവും ചെയ്തു കഴിഞ്ഞ മനസ്സിന് ഭാരവും തരുന്നതെല്ലാം പാപം. പല പെണ്ണുങ്ങൾ പുറകെ പോകുന്നവന് ഒരു രസം, പിന്നീട് രോഗം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിന് ടെൻഷൻ. കുടിച്ച് നശിപ്പിക്കുന്ന ഒരു സുഖം, കുറെ കഴിയുമ്പോൾ ടെൻഷൻ. അപ്പോൾ ചെയ്യുമ്പോൾ അറപ്പും ചെയ്ത് സന്തോഷം എന്നെല്ലാം പുണ്യം. മദർ തെരേസ കുഷ്ഠരോഗികൾ കഴിയുമ്പോൾ അറപ്പ്, അത് കഴിഞ്ഞ് ഒരു ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം. ഇതാണ് പാപം, ഇതാണ് പുണ്യം. ചെയ്യുമ്പോൾ സുഖവും ചെയ്ത് കഴിഞ്ഞ മനസ്സിന് മുറിവും പാപം. ചെയ്യുമ്പോൾ അറപ്പും ചെയ്ത് കഴിഞ്ഞ മനസ്സിന് സന്തോഷത്തിനെല്ലാം പുണ്യം എന്നാണ് പറയുക. അല്ലെങ്കിൽ ചെയ്യുന്നവൻ രസവും ചുറ്റുമുള്ളവർ സങ്കടവും തെറ്റത് പാപം എന്നാണ് പറയുക. ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവം 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 4 ചോദ്യങ്ങൾ ഈ രാത്രി നിങ്ങളെ നോക്കി ദൈവം ചോദിക്കുമോ? എന്നെ നോക്കി ചോദിക്കുമോ? ഇതാണ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ധ്യാനത്തിന്റെ ഒരു ആത്മവിശദം. 4 ചോദ്യങ്ങളാണ് ദൈവം ചോദിച്ചത്. 1-ാമത്തെ ചോദ്യം ഉൽപ്പത്തി 3:9. ആദാം നീ എവിടെ?
33:9 ആദം നീ എവിടെ? അതിൻ്റെ അർത്ഥം എന്താ? വേർ ആർ യു എന്ന് ചോദിച്ചാൽ വേർ യു ഷുഡ് ബി എന്നാണ് ഇന്റർപ്രിട്ടേഷൻ. വേർ യു ഷുഡ് ബി. ഉദാഹരണം, സിറ്റിയിൽ പോയ ഭർത്താവ് രാത്രി 9 വന്നിട്ട് പരിക്കും, എവിടാ മനുഷ്യ എന്ന് പറഞ്ഞ് നടക്കുകയാണോ ഇരിക്കുകയാണോ ഫോൺ പിടിക്കുകയാണോ എന്നല്ല. ഇത് അത്താഴത്തിൻ്റെ സമയമാണ്, ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഇവിടെ ഇരിക്കേണ്ട ആൾ എവിടെ പോയിരിക്കുക എന്നാണ് ചോദ്യം. വേർ ആർ യു ആഡം? ആദം നീ എവിടെയാണ്? നമ്മളോടും പറയും 3 കൂട്ടം കാര്യത്തിന് പോകുന്നത്. എല്ലാത്തിനുമുണ്ട്. പള്ളിക്കാര്യം, പഞ്ചായത്ത്, പൊതുക്കാര്യം, സോഷ്യൽ വെൽഫെയർ, എല്ലാത്തിനുമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ പേരിലേക്ക് വീട്ടിലില്ല. ഒത്തിരി ഓടി നടക്കുന്നു. ഞായറാഴ്ച കാര്യത്തിൽ ഒരു വിരാജിയോ ഒരു സ്റ്റിറ്റ്നസ്സോ ഇല്ല. ബൈബിൾ വാങ്ങി ഒരു വളരെ മന്ദിപ്പ്. ദൈവം ചോദിക്കും, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ നിത്യത എവിടെ? ആദം നീ എവിടെ? ഈ ചോദ്യം സ്വയം ചോദിക്കണം. ഈ രാത്രി എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. ലോകം കാണുമ്പോൾ മെടുക്കാൻ മെടുക്കി നല്ല ഫാമിലി, പക്ഷെ ആകത്തിയുണ്ട് എങ്ങനെ? ചില ദമ്പതികൾ പള്ളിയിൽ വന്ന് ചിരിച്ചു കണ്ടതും ഇതാണ് ഗബ്രിയേൽ മാലാഖയും ഏഴയറ്റങ്ങളും. വീട്ടിൽ നിന്ന് വരുമ്പോഴറിയാം ഇതാണ് ലൂസിഫറും ബെൽസബൂലും മുഖ്യമന്ത്രിയും. കാണുന്നത് നല്ലതാ, അകം എങ്ങനെയുണ്ട്? ആദം നീ എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം ഉൽപ്പത്തി 4:9 കായൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? കായൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഒരാളോട് പിണങ്ങിയിട്ട് 3 വർഷമായി പിന്നെ മിണ്ടിയിട്ടില്ല. പിണങ്ങിയിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല. ഭയങ്കര ഭക്തിയാ, ഭയങ്കര ഷോയുവാ, സ്തുതിക്കും പാട്ടും കയ്യേറ്റും വരാ എല്ലാം ഉണ്ട്. അമ്മായിയമ്മയോട് മിണ്ടാത്ത മരുമകൾ പള്ളി നിന്ന് എന്നാത്തിനാ? മരുമകളുടെ അമ്മായിയമ്മ, നാത്തോട് മിണ്ടാത്തവൾ, ഒരു കൊച്ചു കാര്യത്തിന് ചുമ്മാ പിണങ്ങുക. ചില ഭയങ്കര ഭക്തിയുള്ളവരും ഈ പിണക്കം നശിപ്പിക്കുന്നു. ഒരു ചാക്കോച്ചേനും ഏഴാമശ്ശേരിയും നാട്ടിൽ രണ്ടുപേരും നല്ലവരാ. പിണങ്ങിയാൽ 1 മാസം വരെ മിണ്ടായിരിക്കും. ഒരിക്കൽ പിണങ്ങി 1 മാസം മിണ്ടിയില്ല. ചാക്കോച്ചേനും രാവിലെ 8 കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. ചാക്കോച്ചേനും രാവിലെ വീട്ടിൽ ഏഴാമശ്ശേരി കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. ചാക്കോച്ചേനും രാവിലെ പ്ലാവിൽ കയറി ചക്കയിടുക. അതിന് ചക്കയും പോത്തച്ചിയും കൂടി വൈകിട്ട് കഴിക്കാൻ ഉത്സവമാണ്. ചാക്കോച്ചേനും പ്ലാവിൻ്റെ കൊമ്പയിൽ നിന്നു ചക്ക വെട്ടി ഞെടുപ്പേ വെട്ടുകൊണ്ട ചക്ക ലക്ഷ്യത്തെറ്റി. ചാക്കോ ഇരുന്ന പ്ലാവിൻ്റെ കൊമ്പയിൽ വീണു. ചാക്കോയും ചക്കയും കൊമ്പുകൊണ്ടൊഴിഞ്ഞ് കാലം വീണു. ചാക്കോച്ചേൻ്റെ ഒരം തെന്നി ഉപ്പൂറ്റി കുലുക്കി നടുവിന് വേദന, തൊലി കയറി. ആൾക്കാർ ചാക്കോയെ താങ്ങിയിട്ട് ആശുപത്രി കൊണ്ടു. കുറെ പേര് ഓടി പള്ളി ചെന്നവരും ഏരിയാമ്മ കെട്ടിവൻ ചാക്കോ പ്ലാവിൽ വീണു, എന്തോ കാര്യമായിട്ട് പറ്റി. ഏരിയാമ്മ അയ്യോ എൻ്റെ ചാക്കോ എൻ്റെ ചാക്കോ ഇടിച്ചോണ്ട് ആശുപത്രി പോയി. 2 ഇഞ്ചക്ഷൻ 3 ഗുളിക ഓയിൻമെന്റ് പറ്റുമ്പം ചാക്കോച്ചേട്ടൻ്റെ വേദന പോയി. ചാക്കോച്ചേട്ടൻ ചിരിച്ചോണ്ട് കട്ടിലെ ആൾക്കാരും നെടുവിൽ കൂടി. എന്നിട്ട് ഏരിയാമ്മ ചെട്ടി അയ്യോ 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 ഈ ഇടി. ആൾക്കാർ ചോദിച്ചു, ഏരിയാമ്മേ ചാക്കോയുടെ വേദന പോയല്ലോ, പിന്നെ എന്തിനാ കരയുന്നത്? ഏരിയാമ്മയുടെ മറുപടി, ചാക്കോയുടെ വേദന പോയെന്ന് പറഞ്ഞാലും പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ. നമുക്ക് ചെറു ഭക്തിയുണ്ട്, പ്രകടനമുണ്ട്, ഉള്ളിലില്ല. ഇവിടെയാണ് ചോദ്യം. കായൻ സഹോദരനായ ആബേൽ എവിടെ? ഇപ്പൊ ഒന്ന് ദൈവത്തിൽ നടന്നു, തന്റെ മനുഷ്യനാകും. 3ാമത്തെയും 4ാമത്തെയും ചോദ്യം ഉൽപ്പത്തി 3 തന്നെ ആവർത്തിക്കുന്നു. കായനെ നിന്റെ മുഖം എന്റെ വാങ്ങിയിരിക്കും. ഉള്ളിൽ പാപമുണ്ടോ? മുഖത്ത് വായിക്കാൻ പറ്റും. പേനാവോടെ അക്ഷരം കടലാസിൽ വായിക്കുന്നവർ മനസ്സിലിരിക്കുന്ന വികാരം മുഖത്ത് വായിക്കാൻ പറ്റും. ഉദാഹരണം, കോപമാണോ? മുഖം ഇരുണ്ടിരിക്കും. സ്നേഹമാണോ? മുഖം പ്രകാശിച്ചിരിക്കും. പ്രാർത്ഥനയാണോ? മുഖം ജ്വലിച്ചുകൊണ്ടിരിക്കും. വിദ്വേഷമുണ്ടോ? അത് നീലച്ചിരിക്കും. മുഖത്ത് കാണാം മനസ്സിലെ ചിന്ത. ചില മനുഷ്യകുറിച്ച് പറയും കെട്ട മനുഷ്യൻ. കെട്ട മനുഷ്യൻ ആരാ? കെട്ട മനുഷ്യൻ ദൈവത്തിന്റെ ചൈതന്യം ഉള്ളിൽ പോയവൻ കെട്ട മനുഷ്യൻ. ആ മുഖം കാണുന്നറിയാം. ചില സ്ത്രീകളെ പറ്റിയൊക്കെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുള്ളവർ നടന്നു കണ്ടെത്തുന്നു. മുഖം കാണുമ്പോൾ ഏതോ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്നും സയൻസറാക്കി കൊണ്ടുപോലെ ഇങ്ങനെ പോണ കാണാം. ചില പെണ്ണുങ്ങളും ആണുങ്ങളുമുണ്ട്. ആന്റിയെ
അങ്ങൾ എവിടെ പോയതാ? ആ എപ്പം വരുന്നറിയാമോ? ഓ ഇനീക്ക് പിന്നെ എപ്പോ പോകരുത്. ഇപ്പൊ മുഖമില്ലാത്ത ചില ആളുകൾ മുഖമുണ്ടായിരുന്നു, ചില പെണ്ണുകൾ മുഖമുണ്ടായിരുന്നു. ഒരു വരണ്ട മുഖം, ഗവയില്ല മുഖത്തൊരു ഗവയിൽ, ഒരു കള്ളന്റെ മുഖവും ഒരു കള്ളന്റെ കണ്ണും ഒരു കള്ളന്റെ മുഖവും. ആ പെണ്ണുങ്ങളും ആളുകളുണ്ട്. ഉള്ളിൽ ദൈവഗതിയില്ലേ മുഖത്ത് കാണാൻ പറ്റും. നിന്റെ മുഖം എന്തേ വായിരിക്കും. നാലാമത്തെ ചോദ്യം, നീ എന്തേ ഇങ്ങനെ കോപിക്കുന്നു? 4 ചോദ്യങ്ങളാ ദൈവം ചോദിച്ചത്. നീ എന്തേ ഇങ്ങനെ കോപിക്കുന്നു? ചില ആൾക്കാരുണ്ട് ഈസി ടു ബെസ്റ്റ് ഔട്ട് ദ സൈക്കിഷ് പ്രൊവക്കേഷൻ. ചില കാണാറുണ്ട് ഈസി ടു ബെസ്റ്റ് ഔട്ട് ദ സൈക്കിഷ് പ്രൊവക്കേഷൻ. ചെറിയ പ്രകോപനത്തിൽ പള്ളുവാദം വരും, ചുമ്മാ പൊട്ടിച്ചു തരിക. ഒരു ഭർത്താവ് ചുമ്മാ എപ്പോഴും ചൂടലോട്ട അവരെന്തോ കള്ള ഇടപാടുണ്ട്, അത് ഭാര്യയെ വിളിക്കാൻ വേണ്ടിയാണ് ഈ ചൂടാറിച്ചത്. ഒരു സ്ത്രീ വെറുതെ ചൂടായാൽ അവർ വേറെ എന്തോ അഭയമുണ്ട്, അത് മറിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷിപ്രകോപം. നിങ്ങൾ ചുമ്മാ കോപിക്കുന്നത്. മാന്യമായിട്ട് മിണ്ടാൻ വേണ്ടേ, മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടേ? ദൈവം ചോദിക്കും, നീ എന്തേ ഇങ്ങനെ കോപിക്കുന്നു? 20 ഈ ചിന്തകൾ വിലയിൽ സൂക്ഷിക്കാം. എന്താണ് പാപം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം വായിച്ച ബൈബിൾ ഭാഗത്തെ അച്ഛൻ നിലപ്പെടുത്തിയ പാപത്തിന്റെ 4 വ്യാഖ്യാനങ്ങളാണ്. നമ്മൾ ഒരുപാട് പ്രാരംഭത്തിൽ നമുക്ക് പറഞ്ഞുകൊണ്ട കാര്യമുണ്ടല്ലോ. പാപത്തിന്റെ 4 വ്യാഖ്യാനങ്ങൾ. 1, പാപം എന്റെ ആകാശം ചുരുങ്ങുന്നതാണ്. എന്റെ വയസ്സ് ചക്രവാളം ചുരുങ്ങിപ്പോയി. പാപം എന്റെ ആകാശം ചുരുങ്ങുന്നതാണ്. ആദ്യ മാതാപിതാക്കൾ ചിത്രശലഭത്തെ പോലെ പറഞ്ഞു തന്നതാണ്. പക്ഷേ തോട്ടത്തിൽ മരങ്ങൾക്കടിയിൽ ഒളിച്ചു. അവന്റെ ആകാശം ചുരുങ്ങിപ്പോയി. നമ്മുടെ ഈ വാർഷിക കൺവെൻഷനിൽ ഒന്ന് ചിന്തിക്കുക, ആകാശം ചുരുങ്ങിപ്പോയ ആളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ നാളുകളിൽ അമ്മയുടെ അല്ലെ ഭാര്യയുടെ അമ്മ എന്തോ ഒന്ന് പറഞ്ഞു, അത് മനസ്സിൽ ശ്രദ്ധിക്കുക. പിന്നെ അമ്മയുടെ ഫോൺ വിളിക്കാൻ ഇഷ്ടമില്ല, മിണ്ടാൻ ഇഷ്ടമില്ല, സംസാരിക്കാൻ ഇഷ്ടമില്ല. എങ്കിൽ എന്റെ ആകാശം ചുരുങ്ങിപ്പോയി. ഭർത്താവിന് പെങ്ങൾ എന്തോ എന്ന് പറഞ്ഞു, അതിനുള്ളിൽ മരണവാശി, ഫോൺ വിളിയില്ല, ഇടപെടില്ല, ആകാശം ചുരുങ്ങിപ്പോയി. സഭയിലെ ഏതോ ഒരാൾ എന്തോ പറഞ്ഞ കമന്റ്, പിന്നെ സഭയുമായി ബന്ധമില്ല, പള്ളിയായി ബന്ധമില്ല. ഏതോ അച്ഛൻ എന്തോ എന്ന് പറഞ്ഞു, പിന്നെ പട്ടക്കാരും വേണ്ട, ഉദാശയും വേണ്ട, ദേവാലയവും വേണ്ട. പാപം ആകാശം ചുരുങ്ങുന്നതാണ്. ഇനി ക്ഷമ ചോദിക്കാൻ, ക്ഷമ കൊടുക്കാൻ, അങ്ങനെ ആകാശത്തെ നമ്മൾ വിശാലമാക്കണം. പാപം എന്റെ ആകാശം ചുരുങ്ങുന്നതാണ്. 2, പാപം ഒരു മറവിയാണ്. പാപം ഒരു മറവിയാണ്. മനുഷ്യന് 2 മറവികളുണ്ട്. പാപം ഒരു മറവിയാണ്. 2 മറവികൾ നമ്മളെ ബാധിക്കാം. 1, ഹിസ്റ്റോറിക്കൽ അംനേഷ്യ. 2, സ്പിരിച്വൽ അൽഷിമേഴ്സ്. 2 മറവികളുണ്ട്. ഹിസ്റ്റോറിക്കൽ അംനേഷ്യ, സ്പിരിച്വൽ അൽഷിമേഴ്സ്. എന്താ ഹിസ്റ്റോറിക്കൽ അംനേഷ്യ? ചരിത്രപരമായ മറവി. ഒരു കാലത്ത് ഞാനൊന്നുമല്ല, ദൈവം സഹായിച്ച് എല്ലാമായി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ മറക്കുന്നത് പാപമാണ്. ഹിസ്റ്റോറിക്കൽ അംനേഷ്യ. അല്പം പണമായി, നിലപാടായി, പിടിപാടാകുമ്പോൾ പാവങ്ങളെയും എന്നെ കൂടെ വന്നവരെയും ഒരുപക്ഷെ എന്നോടൊപ്പം വളരാത്തവരെയും പുച്ഛത്തോടെ നോക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ അംനേഷ്യ. ഈയിടെ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം, സിനിമാ താരങ്ങളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അന്ന് സിനിമാ നടി ശാരദ. ശാരദ ക്ഷീണമായിട്ട് ആങ്ങളുടെ വീട്ടിൽ മദ്രാസ് വിശ്രമിക്കുന്നു. അപ്പൊ ശാരദ പറഞ്ഞു, ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സിനിമയിൽ വന്നത് മുറ്റത്തുറക്കിയ ഇണപ്രാവുകൾ എന്ന് അഭിനയിക്കാൻ വേണ്ടി. പിന്നെ 3 അവാർഡുകൾ മലയാളത്തിന് ശാരദ നേടിത്തന്നു. 3 പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ശാരദയ്ക്ക് അന്നൊരാഗ്രഹം, അതിൻ്റെ അവസാനം ഒരു അംബാസഡർ കാർ മേടിക്കാം. അന്ന് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കാർ സുഖമായി മേടിക്കാം. പക്ഷെ പണം തികയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ സത്യം ശാരദയെ കാണാൻ വിളിച്ചു. അപ്പൊ ശാരദ ദുഃഖിച്ചിരിക്കുമ്പോൾ സത്യം ചോദിച്ചു, എന്താ ശാരദ ഒരു മനപ്രയാസം? ശാരദ ഒന്നുമില്ല,
മുഖത്തിൽ ദുഃഖം കാണുന്നുണ്ടല്ലോ. ശാരദ പറഞ്ഞു, ഒരു അംബാസഡർ കാർ മേടിക്കാൻ എനിക്ക് കൊതിയുണ്ട്, പക്ഷെ പണം തികയുന്നില്ല. സത്യം പറഞ്ഞു, ഇഷ്ടം പോലെ പണം എൻ്റെ കൈ നിറയെ പണമുണ്ട്. എത്രയാ വേണ്ടതെന്ന് ചോദിച്ചു. ആവശ്യപ്പെട്ട പണം സത്യം ശാരദയ്ക്കുള്ളൂ. ശാരദ അതുകൊണ്ട് ഒരു അംബാസഡർ കാർ മേടിച്ചു. ശാരദ കൊണ്ട് പിന്നീട് ലോകത്തിലെ വിലപ്പെട്ട കോടികളുടെ കാറ് എൻ്റെ മുറ്റത്ത് കിടന്നിട്ടുണ്ട്. ഒത്തിരി കാലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും വില കൂടിയൊന്നും ആളുകൾ വീട്ടിൽ. പക്ഷേ സത്യദേവി കടം മേടിച്ച് ആദ്യം മേടിച്ച അംബാസഡർ കാറിന്റെ വില ഇന്നുള്ള കോടിയുടെ കാറിൽ ഞാൻ കണ്ടിട്ടില്ല. ഹിസ്റ്റോറിക്കൽ അംനേഷ്യയില്ല, ചരിത്രപരമായ മറവിയില്ല. ഒരു കരിയാപ്പിൽ ഒരു ഓർക്കുന്ന ജീവിതം നമുക്കുണ്ടാകണം. അപ്പൊ നമുക്ക് മാറി വരാം. രണ്ട്, സ്പിരിച്വൽ അൽഷിമേഴ്സ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ അംനേഷ്യ, രണ്ട് സ്പിരിച്വൽ അൽഷിമേഴ്സ്. ആത്മീയമായ മറവി. പൂനായി വന്നു പണിത് ഓടി കഷ്ടപ്പെടുന്നതാണ്. പക്ഷേ പരമ്പരാഗതമായ പ്രാർത്ഥന മുഴുവൻ മറന്നുപോയി. കുർബാനയ്ക്കകത്ത് ചെല്ലാനുള്ളത് മറന്നുപോയി. ഭക്തിഗാനങ്ങൾ മറന്നുപോയി. ആത്മീയമായി വട്ടപൂജ്യമായി ഒന്നും ഓർമ്മയില്ല. ചുമ്മാ കേൾക്കാനും അല്ലെ മൂടി ഒപ്പിച്ച് കൊടുത്തി തീർക്കും. ഇതാണ് സ്പിരിച്വൽ അൽഷിമേഴ്സ്. ചിലർക്ക് മറവി രോഗമാണ്, ചിലർക്ക് മുമ്പൊരു മറവിയാണ്. ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്റെ മറവിക്ക് എന്താ ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാവാ? ഒന്ന് മറവി, പിന്നെ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഇതാണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. എല്ലാം മറക്കാം. അവിടെയാണ് ഈ മറവി നമ്മളെ ബാധിക്കുക. കൊണ്ടുവന്ന ദൈവത്തെ ഓർത്തോണം, ദൈവത്തെ മറക്കരുത്. നൊന്തുപറ്റിയ അമ്മയെ മറക്കരുത്, ജനിപ്പിച്ച അപ്പനെ മറക്കരുത്, ഒരു ഗർഭപാത്രത്തിൽ വളർന്ന സഹോദരി സഹോദരന്മാരെ മറക്കരുത്, ഉറ്റവരെ ഉടയവരെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. മറവി ഒരു പാപമാണ്. പരമീസ മറന്നു ആദ്യ മാതാപിതാക്കൾ, അപ്പൻ ഊട്ടിമേശ മറന്നു മുടിയൻ പുത്തരൻ. നമുക്കും അങ്ങനെ വരാം. പാപം ഒരു മറവിയാണ്. നമുക്ക് ഓർമ്മകൾ വേണം, ഓർമ്മകൾ. ഒന്ന്, പാപം ആകാശം ചുരുങ്ങുന്നതാണ്. രണ്ട്, പാപം ഒരു മറവിയാണ്. മൂന്ന്, പാപം ഒരു പടി ഇറക്കമാണ്. Sin is a descending process. Conversion is an ascending process. Sin is a descending process. പാപം ഒരു പടിയിറക്കമാണ്, ഒരു പടിയിറക്കം. അതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രം പാപത്തെ വിളിക്കുന്ന വാക്ക് sin is a Stockholm syndrome എന്നാണ്. Sin is a Stockholm syndrome. എന്താണ് സ്റ്റോക്ക്ഹോം? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ 3: നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. സ്വീഡന്റെ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോമിൽ ഒരു ബാങ്കുണ്ട്, സ്വിസ് ബാങ്കുകൾ. കള്ളപ്പണങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ ബാങ്ക്. 20 ജോലിക്കാർ ജോലി ചെയ്യും. രാവിലെ 11 മണിക്ക് 5 ഭീകരന്മാർ തോക്കും ബോംബുമായി ബാങ്കിൽ പിടിച്ചു കയറി. ജോലിക്കാരെ കെട്ടിയാക്കി. സെക്യൂരിറ്റിയും പോലീസും വന്നപ്പോൾ അവർ പറഞ്ഞു, അകത്ത് വന്നാൽ ബോംബ് വെച്ചെല്ലാം തകർക്കും. ഒരാഴ്ചത്തെ സന്ധി സംഭാഷണം. അതിനുശേഷം ഭീകരന്മാർ നിരുപാധികം കീഴടങ്ങാൻ സമ്മതിച്ചു. പോലീസും സെക്യൂരിറ്റിയും കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഭീകരന്മാരും ബാങ്കിലെ പെണ്ണുങ്ങളായ ഉദ്യോഗസ്ഥരിൽ ഒരാഴ്ച കൊണ്ട് ഒരു പ്രേമബന്ധം ആരംഭിച്ചു. ഒരുമിച്ച് ചിപ്സ് പൊടിക്കും, ചായ കുടിക്കും, കാശ് തരത്തുന്നു, ചെസ് കളിക്കും. പോലീസിനോട് ഒരുമിച്ച് ചോദ്യമാണ്, ഞങ്ങളുടെ സ്വകാര്യ അപേക്ഷയിൽ ഇടപെടാൻ നിങ്ങളെ ആരാ വിളിച്ചത്? ഇതിൻ്റെ പേരാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഞങ്ങളുടെ പ്രൈവറ്റ് അപേക്ഷയിൽ ഇടപെടാൻ നിങ്ങളെ ആരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ എതിർക്കാൻ വിളിക്കപ്പെട്ടോ അതിൻ്റെ അടിമയാകുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. കുടിക്കൽ എന്ന് പറയുന്ന ആള് കണ്ണിനടിമയാൽ അവൻ്റെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം. എപ്പോഴും അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ വഴി കണ്ടുകൊണ്ടിരുന്നു, സ്റ്റോക്ക്ഹോം സിൻഡ്രോം. പണത്തോട് അമിതമായ അടിമപ്പെട്ടം കാണിച്ചു, സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അടിമയാകാത്തൊരു പകരം അവിടെ അടിമയാകില്ലാത്തത് അടിമയായി മാറുക. അല്ലെങ്കിൽ where I should not be present, there I am present. അതാണ് ഞാൻ ആബ്സെന്റ് ആകേണ്ടത്, ഞാൻ പ്രസന്റ് ആയി. പ്രസന്റ് ആകേണ്ടത് ഞാൻ ആബ്സെന്റ് ആയി. ഇതാണ് പാപം എന്ന് പറയുക. അപ്പൊ ഇതൊരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം, ഒരു പടിയിറക്കണം, പടിപടിയായി ഇറങ്ങി പോരുക. 4, പാപം 3 ബന്ധങ്ങളിൽ വീഴുന്ന വിടലാണ്. 3 ബന്ധങ്ങളിൽ വീഴുന്ന വിടലാണ് പാപം.
ദൈവമനുഷ്യബന്ധം, ദൈവത്തിൽ നടന്നു. മനുഷ്യബന്ധം, കായൻ ആബേലിനെ കൊന്നു. മനുഷ്യ മനസാക്ഷി ബന്ധം, ആദം ഹവ്വ നിങ്ങളെന്റെ ഇല പറിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ നഗ്നരായതുകൊണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. മനുഷ്യനെ ഒളിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു കാര്യത്തിന് വെറുതെ കെട്ടിനോട് കള്ളം പറയുമ്പോൾ മനസാക്ഷിയിൽ ഒളിച്ചു. ഒരു ചെറിയ കാര്യത്തിന് ഭാര്യയോട് നുണ പറയുമ്പോൾ ഒളിച്ചു. ഒരു കൊച്ചു കാര്യത്തിന് മക്കൾ പേരൻസിനെ മറയ്ക്കുമ്പോൾ അത് മനസാക്ഷിയുടെ വിടലാണ്. ആ വിടല് വരുമ്പോൾ ആവശ്യമില്ലാത്ത വർത്താനം പറയും. ആർക്കും ഉപകാരമില്ലാത്ത കടുപ്പമായ വാക്ക് പറയും. മേശയിൽ ഇടിക്കും, പാത്രം ഉടയ്ക്കും, കൈകൂട്ടി ഇടിക്കും, ഏതാണ്ടൊക്കെ കാണിക്കും. മനസാക്ഷി വിട. ഇപ്പം പാപത്തിന്റെ അവസ്ഥകളുള്ളൂ. ഇനി ഒരു സ്റ്റെപ്പും കൂടി ബൈബിൾ വ്യാഖ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് നടക്കാം. മനുഷ്യന്റെ എല്ലാ പാപങ്ങൾക്കും 3 ഹെഡിങ്സാണ്, 3 തലക്കെട്ടാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വാക്യങ്ങൾ. ലോകത്തിന്റെ മോഹങ്ങൾ 3 അവ കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന് അകത്താണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുക. കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന് അകത്താണ്. ഇതിന് അല്പം കൂടി ബൈബിളിലേക്ക് കിടക്കാം. ആദി മാതാവിന്റെ പ്രലോഭനങ്ങളാണ് ഇത് 3. കാണാൻ കൊള്ളാവുന്ന പഴം ഹവ്വായിക്ക് സാത്താൻ കാണിച്ചു കൊടുത്തു. അതിന്റെ പേരാണ് കണ്ണുകളുടെ ദുരാശ. കാണാൻ കൊള്ളാവുന്ന പഴം ഹവ്വായിക്ക് കാണിച്ചു കൊടുത്തു, കണ്ണുകളുടെ ദുരാശ. 2, തിന്നാൻ കൊതി തോന്നി, ജഡത്തിന്റെ ദുരാശ. 3, ദൈവത്തെ പോലെയാകാൻ മോഹം തോന്നി, ജീവിതത്തിന്റെ അകന്ത. പർവീസായിലെ 3 പ്രലോഭനങ്ങളാണ്. കാണാൻ കൗതുകമുള്ള പഴം കണ്ണുകളുടെ ദുരാശ, തിന്നാനുള്ള കൊതി ജഡത്തിന്റെ ദുരാശ, ദൈവത്തെ പോലെ ആകാനുള്ള മോഹം ജീവിതത്തിന്റെ അകന്ത. ഈ 3 പ്രലോഭനം ക്രിസ്തുവിനുണ്ടായി. മത്തായി സുവിശേഷത്തിന്റെ 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. മരുഭൂമിയിലെ പരീക്ഷ. പർവീസ ക്രിസ്തുവിന് മുമ്പിൽ ആവർത്തിക്കപ്പെട്ടു. കാണാൻ കൊള്ളാവുന്ന പഴം ഹവ്വായിക്ക് കാണിച്ചെങ്കിൽ കാണാവുന്ന ദേശം മുഴുവൻ യേശുവിനെ കാണിച്ചു. കണ്ണുകളുടെ ദുരാശ. പഴം തിന്നാൻ ഹവ്വായിക്ക് തോന്നിയാൽ കല്ലിനെ അപ്പമാക്കി തിന്നാൻ ക്രിസ്തുവിന് തോന്നി, ജഡത്തിന്റെ ദുരാശ. ദൈവത്തെ പോലെ ആകാൻ ഹവ്വായിക്ക് മോഹം തോന്നിയാൽ ഞാൻ ദൈവത്തിനല്ലേ എന്ന നഗരം ക്രിസ്തുവിന് തോന്നി. ആദ്യം മാതാപിതാക്കൾക്ക് പ്രലോഭനമുണ്ടായി, പ്രലോഭിതരായി. യേശുവിന് പ്രലോഭനമുണ്ടായി, പ്രലോഭിതനായില്ല. ഇതാണ് വ്യത്യാസം. ചില കാര്യം അങ്ങനല്ലേ? തലയുടെ മുകളിലൂടെ പറക്കുന്ന പക്ഷിയെ നിയന്ത്രിക്കാൻ പറ്റിയല്ല. ആ പക്ഷി തലയിൽ നിന്ന് കൂടുവെന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നത് പറയാൻ പറ്റും. ഇതുപോലെ പാപം. ഒരു പെണ്ണിനെ നോക്കി, ഒരാണിനെ നോക്കി ഇഷ്ടം തോന്നി, ആ തലമുറയിൽ പറക്കുന്ന പക്ഷി അതൊരു പാപമില്ല. പക്ഷെ പാപം എന്ന് പറയുന്നത് അത് ചിന്തിച്ച് കൊണ്ടുവന്ന വേഗത്തിന് നിന്നയും ചിന്തയുടെ നിന്നയും മുട്ടയിട്ട് ഇരിക്കുമ്പോൾ അത് പാപം എന്ന് പറയും. പാപം ഒരാൾ പറയുകയാണ്, എല്ലാ മനുഷ്യനുമുണ്ട് ആണിനും പെണ്ണിനും ഇഷ്ടം, പെണ്ണിന് ആണിനും ഇഷ്ടം. ഒരു ചെറുപ്പക്കാരൻ പറയാം, അച്ഛാ എനിക്ക് വയസ്സ് 28, കല്യാണം കഴിച്ചില്ല, ഒരു പെണ്ണുകളെ നോക്കിയിട്ടില്ല, ഒന്നും ഒരു നോക്കിയിട്ടില്ല, ഞാൻ വിശുദ്ധനാണോ? അവരോട് പറയാൻ മറുപടി, പൊന്നു മോനെ നിന്റെ മർമ്മപ്രധാന വേദം ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ഇതൊക്കെ സ്വാഭാവികം. തിന്മയിലേക്ക് വീഴാത്ത ജീവിതം, പാപത്തിൽ വീഴാത്ത ജീവിതം. അപ്പം കണ്ണുകളുടെ നിരാശ, ജലത്തിന്റെ നിരാശ ജീവിതത്തിലാകുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന് കണ്ണുകളുടെ നിരാശ. കണ്ണുകളുടെ നിരാശ ഉള്ളുപോലെ അല്ലേ കണ്ണിന്റെ യാത്ര? ഉള്ളുപോലെ കണ്ണിന്റെ യാത്ര. മനസ്സ് നല്ലതാണോ? കാഴ്ച നല്ലത്. മനസ്സ് മോശമാണോ? കാണുന്ന കാഴ്ചകളും മോശം. ചിലര് വലിയ മുമ്പും പെണ്ണുങ്ങളുടെ നഗ്ന ശരീരത്തിന്റെ പടപട കാഴ്ചകൾ അത് നോക്കി വായുമ്പോൾ ചിന്തിക്കും. അത്രയേ ഉള്ളൂ ആ വ്യക്തി. ചില സ്ത്രീ ആണിനെ നോക്കും, ചില പെണ്ണ് ആണിനെ നോക്കും. കണ്ണൊരു പ്രത്യേക അവയവമാണ്. എല്ലാ പാപവും കടന്നു വരുന്നത് കണ്ണിലൂടെയാണ്. സകല പാപങ്ങളും കടന്നു വരുന്നത് കണ്ണിലൂടെ. കാരണം അന്ധന്മാർക്ക് പ്രലോഭനമില്ല,
കുടിയന് മദ്യക്കുപ്പ് കാണുമ്പോൾ വായി നൊരയും പറയും. വലിക്കുന്നവന് സ്ത്രീകളായിട്ട് കാണിക്കുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത. ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരം കാണുമ്പോൾ പുരുഷന്റെ നേക്കോടി കാണുമ്പോൾ സ്ത്രീക്ക് ഒരു അഭിമാനിച്ച. പക്ഷേ കണ്ണോട് ഈ കാഴ്ചയില്ലെങ്കിൽ ഈ പ്രശ്നം നിന്നാണ്. കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേക പവറുണ്ട്. ഒരു മനുഷ്യൻ അന്ധന ഭയങ്കര അയക്കുക. അദ്ദേഹം പ്രമോഷൻ കിട്ടി ഒരു കമ്പനിയെ മാനേജരായിരുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അടുത്തൊരു സ്റ്റാർ ഹോട്ടൽ, ഇനി എല്ലാ സാറ്റർഡേ സൺഡേ ഇവിടെ വന്ന് ഞാൻ മീൽസ് വയ്ക്കും. മാസാവസാനം കമ്പനി പേ ചെയ്യും. അവർ സന്തോഷമായി. ഞാൻ നല്ല ബ്ലൈൻഡാണ്. എന്ത് ഐറ്റമാണ് സാർ വേണ്ടത് എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ടൈം എടുത്തു വന്നു. മെനു കാർഡ് തന്നെ വായിക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടാക്കിയപ്പോൾ പറയട്ടെ, സമയം പോകും, ഇനി എന്താ ചെയ്യുക. ഇന്ന് കസ്റ്റമേഴ്സിന് കൊടുത്ത പ്ലേറ്റും സ്പൂണും പോകത്തില്ല. ഞാൻ മണത്തിൽ എനിക്ക് വേണ്ടത് മാത്രമാണ്. ഇന്ന് കണ്ണു കാണാൻ എനിക്ക് മണം പിടിക്കാൻ നല്ല കാര്യമാണ്. അവരുടെ തെറ്റോടെ കഴി പെരുമ കൊണ്ട് വരുത്തിയ പ്ലേറ്റാണ് അവന് പിടിക്കുന്നത്. തരാൻ ഇവിടെ കൊടുത്തു. മണത്തോട് പറഞ്ഞു, മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. ഉണ്ടായിരുന്നു. ഇയാളുടെ മണം കൃത്യമാണ്. അവർ കൊണ്ടു കൊടുത്തു. പിറ്റേ ആഴ്ച വന്നു. മണത്തോട് പറഞ്ഞു, മഷ്റൂം റൈസ് കൊണ്ടുവന്നു. അതുകൊണ്ട് എത്ര കഴിയാനും മണം പിടിക്കും. ഒരു മാസമായപ്പോൾ ഏറ്റവും ഭയപ്പെടുന്നു, എടി ബിസി, ഇയാളെ എങ്ങനെ വിടാൻ പറ്റിയല്ല. നമുക്ക് ഇയാളെ ഒന്ന് കൊടുത്തിടണം. ഡെറ്റോളി കഴുകുക, ജാസ്മിൻ ബ്രഫിൻ തൂക്കുക, ബേക്കറി എണ്ണി ആ പ്ലേറ്റും കൊടുക്കുന്ന സ്പൂണും പോകുന്നു. ഇതിൻ്റെ പെടലി ഇവിടെ തല പെടലി തൊണ്ട ബേക്കറെല്ലാം ഉരുക്കുക. ഉരുമിട്ട് കൊടുക്കുക. ഇയാൾക്ക് എന്നാ മണമാക്കുന്നു എന്നറിയാമല്ലോ. കൊണ്ട കൊടുത്തു. ഇയാൾ മണത്തു. ചോദിച്ചു, സാർ എന്നാണ് വേണ്ടത്? അയാൾ പറഞ്ഞു, എൻ്റെ വിശപ്പ് പോയി. എന്താണ്? എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച GC ഇവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പണക്കാരൻ ഇരട്ടി പകർന്ന. അപ്പം അവന് ആഴ്ചയിലും ഭയങ്കരമായ ശക്തിയുണ്ട്. ഇപ്പം ഈ അന്നന് പ്രലോഭനം കുറവാണ്. കാണാനൊന്നുമില്ല. അവന് പ്രലോഭനം കുറവാണ് അന്നൻ്റെ ജീവിതത്തിൽ. പക്ഷെ അവന് മറ്റു ചില കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ണ് ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര. ഞാൻ കുറച്ചാൾ നിന്നും പാലായിൽ നിന്നും സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോവാം. കോട്ടയത്ത് രാവിലെ 8 മണിക്ക് കണ്ടക്ടർ പറഞ്ഞു, കാപ്പ് കുടിക്കാൻ സമയം. പകുതി പേര് ഇറങ്ങി, പകുതി പേര് ബസ്സിലെത്തി. ഞാൻ ചെറിയ പുസ്തകവും വായിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞൊരു ശബ്ദം. ഞാൻ നോക്കുമ്പോൾ ആളുകൾ ചാരി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഞാനും നോക്കി. അപ്പോഴാണ് കാണുന്നത് തൻ ചെറുപ്പക്കാരിയായിരുന്നു. ഒരു സിനിമയുടെ പോസ്റ്റർ പശ വെച്ച് ബസ്റ്റാൻഡിൽ മതിലൊട്ടിക്കുക. സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ. നായിക ഷക്കീല. ഷക്കീല എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ ഭൂരിപക്ഷ മേഖലയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഉടുത്ത തുണിയിൽ എംഎസ്മാരും കീഴുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. ആളുകൾ വായ്പൊടി ഷക്കീല നോക്കും. കുറച്ച് കഴിഞ്ഞ് ഒരു അമ്പലക്കാലം 2 കാലം നേരത്തെ കൂട്ടി ഷക്കീല കഴിച്ചു കഴിയും ചവച്ചു നോക്കി താഴെ ഇടുന്നു. അമ്പലക്കാളിൽ പോലുള്ള കാണാൻ പറ്റുന്ന സാധനമാണ് ഈ തുണി കിടക്കുന്നത്. മനുഷ്യൻ വാരി പിടിച്ചു പോകുന്നു. ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. 2 വർഷം മുമ്പ് ന്യൂസ് 20 പോലെ വിളിച്ചു. ഒരു TV സംവാദം. ഒരു വശത്ത് സിനിമാ നടി, മറുവശത്ത് ഞാനിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് ഒരച്ഛൻ 1 മണിക്കൂർ തരാമോ ന്യൂസ് 20 പ്രവേശ് ചാനലിൻ്റെ ഒരു സംവാദത്തിന് വേണ്ടി? ഒരു വശത്ത് സിനിമാ നടി ഇരിക്കും. അച്ഛൻ എപ്പോഴത്തിരിക്കും. ഞാൻ ചോദിച്ചു, അതാ സിനിമാ നടി? ഷക്കീല അവിടെ എന്തുകൊണ്ടാണ് ഈ വേഷം അഭിനയിക്കുന്നത്? അവൾ പറഞ്ഞു, അവിടെ അവരുടെയും മോശമാണ് അച്ഛൻ പറഞ്ഞ് സ്ഥാപിക്കണം. 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു, ഞാൻ വരികയല്ല. അതിന് അവൾ മോശക്കാരിയല്ല. നമ്മൾ അവിടെ മോശക്കാരിക്ക് തിരിക്കാൻ ഞാൻ ദൈവമാണ്. അതുകൊണ്ടല്ല വരാത്തതിൻ്റെ കാരണം യുവജനങ്ങൾ രക്ഷകണിങ്ങനെ യൂട്യൂബിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റെ പ്രോഗ്രാം കാണുന്നു. യൂട്യൂബ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പം ഒരു ദിവസം ഈ യൂത്ത് എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി എങ്ങനെ ടൈപ്പ് ചെയ്യും. അത് ജോസഫ് കമ്പനിക്ക് ആൻഡ് ഷക്കീല. അതുകൊണ്ട് ആ പരിപാടിയില്ല. ഞാൻ ഇന്ന് മാറി. അപ്പം നമ്മുടെ ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. നമ്മുടെ ദേഹത്ത് ചില അവയവങ്ങൾക്ക് പ്രത്യേക കാന്തശക്തിയുണ്ട്. അത് ദൈവിക പൈശാചികത. ജനിച്ചു വീണ ഭൂമി ആ നക്ഷത്ര തരകം എല്ലാ ദേഹത്തുമുണ്ട്. ഉദാഹരണം, വേലിയേറ്റം ഉള്ളപ്പോൾ പ്രാന്തുള്ളവർക്ക് പ്രാന്തെല്ലാം, വേലിയേറ്റം ഉള്ളപ്പം പ്രാന്തുള്ള പ്രാന്ത് കുറയും. പ്രകൃതിയുമായി ദേഹം ബന്ധപ്പെട്ട
മൂടലാണോ നമ്മൾ മൂടൗട്ട, വെയിലാണോ നല്ല ചുണ, മഴയാണോ നല്ല ചുണ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ 4-3 കടലും ഉപ്പുവാണ്. നമ്മുടെ ദേഹവും കടല് പോലെ 4 ഉപ്പാണ്. യൂറിൻ, ബ്ലഡ്, വേർത്ത്, നമ്മുടെ വേർത്ത് ഇതെല്ലാം ഉപ്പിൻ്റെ ആവശ്യമാണ്, പുളിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ഇരട്ടി പുളി ആവശ്യം. അവ ത്യാഗവും വാളംപൊടി, പുളിയമ്മാങ്ങ ഇതൊക്കെയാണ് താല്പര്യം. ഇതെല്ലാം ദേഹത്തിൻ്റെ സിസ്റ്റമാണ്. ഇതുപോലെ ശരീരത്തിനുണ്ട് ചില കാലശക്തി. ഉദാഹരണം, ചില കൈക്കാണ് കാലശക്തി. ചിലരോട് രാവിലെ 500 കടം മേടിച്ചാൽ വൈകിട്ട് 5 മണിയാകുമ്പോൾ തെണ്ടി കുത്തുവാള എടുക്കും. ചിലരോട് കടം മേടിച്ച് ഉച്ചയ്ക്ക് 750 മണിക്കും കൈപുണ്യം. ചില അമ്മച്ചിമാരെ കോഴിക്കറി വെച്ചാൽ ചക്കിയിൽ അടിയിൽ അരപ്പോട് വഴിച്ചിനകത്തു. ചിലർ കോഴിക്കറി വെച്ചോ വെറുകോഴിക്ക് അരപ്പെട്ടതുപോലെ ഒന്നും ചെയ്യില്ല. ചിലർ വാഴക്കര കണ്ടിയാൽ സർവകൽ ഒരു കരി കുത്തിയിരിക്കും. ചിലർ വരഞ്ഞാൽ മതി ഉടനെ കഴുകാക്കും. കയ്യിൽ കാന്തശക്തി, ചിലർ നാവിൽ കാന്തശക്തി. കൈനാട് പറഞ്ഞാൽ പറഞ്ഞതാ. ഒരു മാവിൻ മുകളിൽ എന്തും മാങ്ങായ പറഞ്ഞു തീർന്നില്ല. മാവ് മൂടെ ഒഴിഞ്ഞ് കാലഘട്ടം. ഒരു സ്കൂൾ യൂണിവേഴ്സിറ്റി കൊച്ചു പിള്ളേർ പെൺപിള്ളേരെ ഭരതനാട്യം. അപ്പോൾ പ്രിൻസിപ്പാൾ വിന്യാസിന് പറഞ്ഞു, അച്ഛൻ ഒന്ന് മുമ്പിലിരിക്കാവും, കുഞ്ഞുങ്ങൾ കാണുമ്പോൾ സന്തോഷം, ഫ്രീയാണ്, 2 മണിക്കൂർ വരാവും. ഞാൻ ചെന്നിരുന്നു. കുഞ്ഞുങ്ങൾ നല്ല നൃത്തം. ഒരു സാർ എന്നോട് വന്നിരുന്നു. ഒരു പെൺകുടി ഡാൻസ് ചെയ്ത് പക്ഷിയെ പോലെ പറഞ്ഞിങ്ങനെ പോവുക. അപ്പോൾ സാറ് വരുമ്പോൾ എൻ്റെ അച്ഛ അതിൻ്റെ ഒരു മുടിഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞു വീഴുന്നില്ല. അത് വലതുകാലം ഒളുക്കി സ്റ്റേജ് കഴിവുന്നുണ്ട്. ചില നാട്ടിൽ കാലശക്തിയാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു കുശിനിക്കാരി ആൻറ്റിയുണ്ട്. രാത്രി 9:30 വരെ കാത്തിരിക്കും. ചെല്ലുമ്പോൾ ചൂട് മാറാത്ത ചോറ്, ആവി മാറാത്ത കൈ, ചൂട് വെള്ളമൊക്കെ അടിക്കും. എന്നിട്ട് ചോദിച്ചോണ്ടിരിക്കും, ജോസഫ് ചെല്ലുന്ന ധ്യാനമല്ലേ? എന്നും ധ്യാനമല്ലേ? എന്നാലും ഒരു ക്ഷീണമില്ല കേട്ടോ. മൊയനക്കുഞ്ഞിൻ്റെ കൂട്ട അച്ഛൻ ഓടുന്നത്. അന്ന് രാത്രി 10:00 ഡെങ്കിപ്പനി, ജപ്പാൻ ജലം, ചിക്കൻഗുനിയ, കൊറോണ വൈറസ് എല്ലാം വന്നത്. ചില നാക്കിൽ അതൊന്നും ചുമ്മാ പൊട്ട സത്യമാണ്. ചില നാക്കിൽ കാന്തശക്തി, ചില കണ്ണിൽ കാന്തശക്തി. പക്ഷെ നമ്മുടെ ഉറപ്പന യാഹൂവിന് ആചാരം ഇതുകൊണ്ട് നമ്മളെ ബാധിക്കുകയില്ല. ഞാൻ 2021 ക്രിസ്മസിലൊക്കെ വനിത മനോരമ എന്നെ കുറിച്ച് എഴുതിയ സ്പെഷ്യൽ പതിപ്പായിരുന്നു. ഞാൻ ഇന്നസെനും കാപ്പബിലിസും പറഞ്ഞു 6 പേര് മനോരമ ഈ വനിത ഇവരുടെ ലേഖനമെടുത്തു. അപ്പോൾ ഇന്നസെന്റിൻ്റെ വീട് ഇരിങ്ങാലക്കുട കത്തിയിട്ടല്ല. വീട്ടുപേര് പാർപ്പടും. ആ വീട് റിപ്പോർട്ട് നെടുമുടിയാണ് പാർപ്പടും. അപ്പോൾ ഇന്നസെന്റ് ഞാൻ കൂടി നടന്നുകൊണ്ട് വർത്താനം പറയുമ്പോൾ മനോരമ റെക്കോർഡ് ചെയ്തു. പിന്നെ ലേഖനമാക്കുമായിരുന്നു. ഇന്നസെന്റ് പറഞ്ഞു, എൻ്റെ അച്ഛ, കാഴ്ച കണ്ണിലല്ല മനസ്സിലാണ്, രുചി നാവിലല്ല മനസ്സിലാണ്, കേൾവി കാതിലല്ല മനസ്സിലാണ്. ക്യാൻസറിന് അടിമയായ ഇന്നസെന്റ് ഡോക്ടർ ഗംഗാധരൻ ചികിത്സിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് 5 ദിവസത്തിൽ ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി അവർ വിളിച്ചു. ഗംഗാധരൻ ഒരു കുഴപ്പമില്ല. ഇന്നസെന്റ് കുട്ടിക്കാലത്ത് ഓടമെന്നുള്ള സമയത്തായിരുന്നു തോമസൺ വില്ല എന്ന സിനിമയുടെ ഷൂട്ടിങ്. ഇന്നസെന്റ് അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. ആ സിനിമയുടെ അവസാന ദിവസം വന്നപ്പോൾ മഞ്ഞായി, ഇരുട്ടായി, തോളമഴയായി. നിർമ്മാതാവ് പറഞ്ഞു, സമയം വൈകുന്നു, ഇരുട്ട് വരക്കുന്നു, പെട്ടെന്ന് ഷൂട്ടിങ് പൂർത്തിയാക്കുക. ഇന്നസെന്റ് ഒരുങ്ങി അച്ഛനെ ഉപായം വിട്ടു. പവറിട്ട് കണ്ണടിച്ചു. ലൊക്കേഷനിലേക്ക് നീങ്ങുമ്പോൾ പുകയുള്ള മൊബൈൽ ഫോൺ ശക്തമായി അടിച്ചു. നോക്കുമ്പോൾ ഡോക്ടർ ഗംഗാധരൻ ഇന്നസെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നസെന്റ് അല്പം ഗൗരവമുണ്ട്. ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ സോണത്ത് മോനെ കൂട്ടി ദേശീയ ഹോസ്പിറ്റലിൽ ഒന്ന് വരണം. അദ്ദേഹം ധരിച്ചു. എങ്ങനെയോ ഷൂട്ടിങ് പൂർത്തിയാക്കി. മകനോടെ കാലും എറണാകുളത്ത് ചെയ്യുമ്പോൾ പഴയ മീനിച്ചില്ല. 3000 നദീ പദ്ധതികൾ, തെങ്ങുതോട്ടം, പൂന്തോട്ടം. കണ്ണു തുറന്നിരുന്നു, പക്ഷെ ഒന്നും എൻ്റെ കണ്ണിൽ പതിച്ചില്ല. അന്ന് മനസ്സിലായി, കാഴ്ച കണ്ണിലല്ല, കാഴ്ച മനസ്സിലായി. രുചിയുള്ള ഭക്ഷണം ഹോട്ടലിൽ കയറി മോൻ മേടിച്ചു. ഞാൻ ചുമ്മാ കൈയിൽ വിരിയിരുന്നു. രുചി നാളിലല്ല, രുചി മനസ്സിലായി. ഏറ്റവും നല്ല പാട്ട് വെച്ച് തന്നു, സംഗീതം ആസ്വദിച്ചില്ല. കേൾവി കാണില്ല, കേൾവി മനസ്സിലായി. ചിലപ്പോൾ നമ്മളും കറങ്ങുന്ന ഭാര്യയിൽ വേർക്കുന്ന നിമിഷങ്ങളുണ്ട്. ചോറിനകത്ത് കൈയിടിച്ച വെറുതെ ഇരിക്കുന്നു. ഉള്ളുപോലെയാണ് കണ്ണ്, കാല, ചിന്ത.
അപ്പൊ നമ്മുടെ ഉള്ള് ശുദ്ധമാണോ ഫ്രീ ആണോ എല്ലാത്തിനും ശാന്തതയാണ്. ഉള്ളു ശുദ്ധമല്ലേ പ്രശ്നം. ഇതാണ് കണ്ണുകളുടെ നിരാശ. 2 ജഡത്തിന്റെ നിരാശ. ജഡത്തിന്റെ നിരാശ 2 സാമുവേൽ 11-12 അധ്യായങ്ങൾ. ദാവീദ് രാജാവ് കണ്ണുകളെ നിയന്ത്രിച്ചില്ല. പട്ടാളക്കാരുടെ ഭാര്യയെ വ്യഭിചാരത്തിൽ പിടിക്കുകയാണ്. കണ്ണിനെ നിയന്ത്രിച്ചിട്ട് ജടികമായ ഭാവം നമുക്കൊക്കെ സംഭവിക്കാം. ബ്ലൂവിലും കണ്ട് ഉറങ്ങാൻ പോയാൽ ജടികമായ ഭാവത്തിൽ വീഴും. മൊബൈൽ ഫോണിലൂടെ ശ്രദ്ധിക്കില്ല, നേരിട്ട് സംസാരിച്ചാൽ ജടികമായ ഭാവത്തിൽ വീഴും. ഒരു മോശമായ ചിത്രം കണ്ട് ഉറങ്ങാൻ പോയാൽ ജടികമായ ഭാവത്തിൽ വീഴും. കണികളുടെ നിരാശ, ജഡത്തിന്റെ നിരാശ. 3 ജീവിതത്തിന്റെ അഹന്ത. ജീവിതത്തിന്റെ അഹന്ത. എന്താണ് ജീവിതത്തിന്റെ അഹന്ത? ചില മനുഷ്യർക്കുണ്ടല്ലോ. ബൈബിളിൽ ക്രിസ്തു മനുഷ്യന്റെ അഹങ്കാരത്തെ പരിഹരിച്ചു. 2 കൂട്ടം പാപങ്ങൾ ബൈബിളിൽ പറയും. 1 ബലത്തിന്റെ പാപം, 2 ബലഹീനതയുടെ പാപം. എന്താ ബലഹീനതയുടെ പാപം? കണ്ണുപിടിച്ചു, ഒരു വരസ്ത്രീ ബന്ധം, പുക വലിച്ചു, ഒരു മോശം പടം കണ്ടു, ക്ഷിപ്രകോപം, ഇതൊക്കെ ബലഹീനതയുടെ പാപം. ബലത്തിന്റെ പാപം അഹങ്കാരം, ഞാൻ പാപം. ക്രിസ്തു പരിഹരിച്ചു. ഓരോ വിധ മനുഷ്യനും അഹങ്കാരം ഉണ്ടാകാം, അഹങ്കാരം ഉണ്ടാകാം. ഒരു സ്ത്രീ ഇങ്ങനെ നടത്തുക, നല്ല ഓണം ചെറുപ്പക്കാരി പാവാട പരമാവധി പൊക്കി ഇരിക്കുന്നു. പകരം ചോദിച്ചു, എന്തിനാ ഇതിങ്ങനെ പൊക്കി പിടിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ സ്വർണ്ണ പോലീസ് എല്ലാവരും കാണുന്നു, അതിനുവേണ്ടിയാണ് പാവാട പൊക്കി കിട്ടിയത്. ഒരു ചേട്ടൻ പറഞ്ഞു, ഭാഗ്യം അറിയാനുമില്ലാത്തത് നന്നായി. ഇതെല്ലാവരും മനുഷ്യൻ്റെ അഹങ്കാരം വരിക. അഹങ്കാരം പല വിധത്തിൽ വരാം മനുഷ്യന്റെ ജീവിതത്തില്. അതുകൊണ്ടാണ് ബൈബിൾ മനുഷ്യന്റെ 4 അഹങ്കാരങ്ങളെ ക്രിസ്തു പരിഹരിച്ചു. മനുഷ്യന്റെ 4 അഹങ്കാരങ്ങൾ. 1 പാരമ്പര്യത്തിന്റെ അഹങ്കാരം. നമുക്കൊക്കെ സംഭവിക്കാം പാരമ്പര്യത്തിന്റെ അഹങ്കാരം. ഞങ്ങൾ പൂർവ്വപിതാവായി അബ്രഹാമുണ്ട് പാരമ്പര്യം പറയുക. സ്നാപകയോടെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അഹങ്കരിക്കേണ്ട. അബ്രഹാമിന്റെ മക്കളെ കണ്ണിൽ നിന്ന് സൃഷ്ടിക്കാൻ സർവശക്തിന് കഴിയും. പാരമ്പര്യം പറഞ്ഞ് ജനിക്കരുത്. ഞാൻ വരുന്നത് കേരളത്തിൽ നല്ല സമ്പന്നരുടെ സ്ഥലമായ ഉഴവനിൽ നിന്നാണ്. 1200 കത്തോലിക്ക കുടുംബങ്ങൾ അവിടെയുണ്ട്. അതിൽ 200 കുടുംബങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്, അമേരിക്കൻ പെൻഷനൊക്കെ കിട്ടുന്നവരാണ്. പക്ഷെ ആരും ആ കുടുംബങ്ങളെ ശ്രദ്ധിക്കുകയല്ല. അവിടെ മറ്റൊരു കുടുംബമുണ്ട്. ഒരു തേങ്ങ പൊതിച്ച ഒരു പരവന്റെ വീട്, തുണിയായി തേച്ച് കൊടുത്ത ഒരു വെളുത്തലിന്റെ തലയുടെ വീട്. ആ നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കും. ആ വീട്ടിൽ ഒരു കാർത്ത ബാലൻ ജനിച്ചു, ഇന്ത്യയെ ജനിച്ചു, KR നാരായണൻ. നമ്മൾ വലിയ വീട്ടിൽ ജനിച്ചിട്ട് കാര്യമില്ല, ജീവിതം കൊണ്ട് വലുതാക്കണം. നമ്മുടെ പേര് വീട്ടുപേര് നമ്മളോട് തന്നെ, നമ്മൾ ജനിച്ച നാടിൻ്റെ പേര് നമ്മളോട്. ചുമ്മാ ഈ യൂട്യൂബിൽ കുറിച്ചുള്ള സഫാരി ചാനൽ, സഫാരി അതിനുള്ളത് ചരിത്രം എന്നിലൂടെ സന്തോഷപ്രദമാണ്. ചുമ്മാ ചെയ്യുക. നിങ്ങൾ കാണാം 15 എപ്പിസോഡ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞാൻ ജനിച്ച് വെറുതെ ജീവിച്ചപ്പോൾ ദൈവം പഠിച്ച വഴി, സമൂഹം പഠിച്ച വഴി, അതൊരു നാടിനുണ്ടായ പേര്, അതും അവർ മനോഹരമായിട്ട് ചരിത്രം എന്നിലൂടെ അവർ കാണിച്ചിരുന്നു. ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ജീവിതമുണ്ട്. ആ ജീവിതം തലകര ചുമ്മാ ഒരു ഗണ്യത്തില്ല ജീവിച്ച് പോവുക. നമ്മളിലൂടെ ദേശം അറിയപ്പെടും, നാട് അറിയപ്പെടും, വീട്ടുകാർ അറിയപ്പെടും. ഇപ്പം ക്രിസ്തു പരിഹരിച്ച 1ാമത്തെ അഹങ്കാരം പാരമ്പര്യത്തിന്റെ അഹങ്കാരം. 2ാമത്തെ അഹങ്കാരം ഇന്റലക്ച്വൽ പ്രൈഡാണ്. ഭൗതിക അഹങ്കാരം, അറിവിന്റെ അഹങ്കാരം. കുറെ പേരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രീക്ക് സംസ്കാരങ്ങളും യഹൂദ സംസ്കാരങ്ങളും കാണാപ്പാട് അറിയാം. ക്രിസ്തു പറഞ്ഞു, നിന്നെ ഒന്ന് ഞാൻ അല്ലെങ്കിൽ വിജ്ഞാനികളിലും വിധേയകളിലും മറച്ചു വെച്ച രഹസ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇതാണ് പറഞ്ഞത്. അറിവിന്റെ അഹങ്കാരം ഒരിക്കലും വരുന്നത്. ഞാൻ ഇങ്ങനെ ഓഫീസറായിരുന്നു, ഇത്രയും പഠിത്തമുണ്ട്, തിരുമുഖയിൽ പോയാലൊക്കെ എല്ലാവരും തന്നെ നല്ല സ്റ്റാറ്റസും പുറത്തുകൊണ്ട് വരാം. ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം. അതിൽ നമ്മൾ അഹങ്കരിക്കരുത്. ദൈവം തന്നൊരു ഭാഗ്യവും ചിലതൊന്നും അഹങ്കാരമില്ല. നമ്മുടെയൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് ABCD M വരെ അറിയാവുന്നൊരു ഇന്ത്യയുടെ കക്ഷിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയിൽ കുത്തിരിക്കുന്നത്.
അപ്പോൾ ആ മാസിക തിരിച്ചാപ്പിച്ചിന് പിടികിട്ടുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തും. പലപ്പോഴും നാട്ടിൽ ഇന്ന് ആദ്യമാർ ഇംഗ്ലീഷ് പഠിക്കുക. ഇംഗ്ലീഷ് കാരണം പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മിനിമം ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, UK ഇവിടുത്തെ പോലെ പിള്ളേർക്ക് ഇംഗ്ലീഷ്. ഇപ്പം ആദ്യമായി ഇംഗ്ലീഷ് പഠിക്കും. ടീച്ചർമാർ ഹിന്ദിക്ക് ട്യൂഷൻ കൊടുക്കും, ഇംഗ്ലീഷിന് ട്യൂഷൻ കൊടുക്കുന്നു. അപ്പം ഓരോന്നും പറഞ്ഞ് പഠിക്കുന്നത് കെട്ടിയവനോടാണ് പേടിയാതെ പറയാറുണ്ടോ. അപ്പം വൈകുന്നേരം 5 മണിക്ക് ഭർത്താവിനെ വിളിച്ചു, അനി എല്ലാവരും കവി പേര് എപ്പോഴാണ് വരുന്നത്? കെട്ടിയവൻ പറഞ്ഞു, ഐ വിൽ ബി ലേറ്റ്, ഞാൻ താമസിക്കും. വൈ? എന്തുകൊണ്ട്? ഐ ആം ടയർഡ്. ഈ ക്ഷീണം. ഓക്കെ, റെസ്റ്റ് ഇൻ പീസ്. അറിവിൻ്റെ അഹങ്കാരം മനുഷ്യൻ പലതരത്തിൽ പ്രകടിപ്പിക്കാം. അറിവിൻ്റെ അഹങ്കാരം നമ്മുടെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ നിന്നും 5 കാരണവന്മാർ അല്ലാതെ മക്കളുടെ കൂടെ ഇരിക്കാനും അവരെ നോക്കാൻ 6 മാസം കൊണ്ട് വന്നു. വൈകുന്നേരം 4 മണിക്ക് ഗ്രാമത്തിലെ ചായകളിൽ ചൂടുവട ഒഴിച്ചിരുന്നു, ചൂട് ചായ കൂടി കുടിക്കുന്നു. എല്ലാവരും നോക്കുക, അമ്പിളിയമ്മാവിന് വന്നവരെ അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ. ഒരാളെപ്പോഴും ഗമ കൂടുതലാണ്. ഒരങ്കിളിന് ബട്ടസ് എടുത്തു, രോഗത്തിൽ മറിയുള്ള മാല വെള്ളിൽ കൂട്ടി പിടിച്ചു. എല്ലാവരും കേൾക്കും. കൂട്ടുകാരൻ 4 പേരോട് ചോദിച്ചു, ഹ്യൂമൻ ബോഡി എത്ര ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾ ആർക്ക് പറയാൻ? 6 മാസം മുമ്പ് വരെ ശരീരം എല്ലെന്ന് പറഞ്ഞതാണ്. എൻ്റെ അമേരിക്കയിൽ വന്ന് ഗമാനിക്കാൻ ബോഡി എത്ര ബോൺസ് ഉണ്ടെന്ന് പറയാം. ഒരു ചേട്ടൻ പറഞ്ഞു, ഒരു 500 എണ്ണം നല്ല നേരെ പൊങ്ങിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ആൾ പറഞ്ഞു, 500 വേണ്ട, ഒരു 5 എണ്ണം കാലിൻ്റെ കയ്യിലെടുത്ത് നൽകണം, എന്നാലും പോകാൻ പറ്റും. മൂന്നാമത്തെ പറഞ്ഞു, എത്ര പറഞ്ഞാലും ഒരു 13 എണ്ണം വേണം, ഇങ്ങനെ നേരെ നിൽക്കാൻ പറ്റും. നാലാമത്തെ ആൾ പറഞ്ഞു, മോൻ്റെ കുട്ടി വായിച്ചത് 206 മാസം നോക്കിയാണ് തോന്നുന്നത്. അപ്പോൾ ചോദിച്ച ആൾ പറഞ്ഞു, നോളജ് ഇല്ലാത്തവർ ആദ്യം ചെയ്തു ടൈം വേസ്റ്റ് ആക്കരുത്. എന്നോട് ചോദിക്കാമെങ്കിൽ എക്സാക്ട് ആൻസർ ഞാൻ പറയാമോ? ഈ മനുഷ്യൻ പറഞ്ഞു, ഹ്യൂമൻ ബോഡി എക്സാക്ട് 1951 ബോൺസാണുള്ളത്. ഇതെങ്ങനെ പിടികിട്ടി? അനുഭവത്തി 2 വർഷം മുമ്പ് എന്നെ വെല്ലുവിളിച്ച് മരിച്ചുപോയി. വെല്ലുവിളിയെ അടക്കി എല്ലാവരും പോയി 2 സമയം കൂടിയ കണ്ണട സുന്നു. അപ്പം ഞാൻ ചുറ്റുപാട് നോക്കി ആയിരുന്നില്ല. വെല്ലുവിളിയെ അടക്കിയ കല്ലറ ഒരു കല്ലറ, അതിന് പോയി ഞാൻ വായിച്ചതാണ് ബോൺ ഇൻ 1951. അപ്പം അറിവിൻ്റെ അകത്ത ക്രിസ്തു പരിഹരിച്ചത്. വിജ്ഞാനികളും നിധികളും മനസ്സ് വെച്ച ദൈവരായ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. 1 പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം, 2 അറിവിൻ്റെ അഹങ്കാരം. യേശു പരിഹരിച്ച 3ാമത്തെ അഹങ്കാരമാണ് വിശുദ്ധിയുടെ അഹങ്കാരം. വിശുദ്ധിയുടെ അഹങ്കാരം എന്താ? വിശുദ്ധിയുടെ അഹങ്കാരം, നിന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ഞങ്ങൾ സാന്നിധ്യമുള്ളവരാണ്, വിശുദ്ധിയുള്ളവരാണ്. ക്രിസ്തു പറഞ്ഞു, നിന്നെയൊന്നും ഞാൻ അറിയില്ല. ഒരുപക്ഷെ ഒരു പരിധി വരെ നമുക്ക് സംഭവിക്കാവുന്ന അഹങ്കാരമാണ് വിശുദ്ധിയിലെ അഹങ്കാരം. മർത്തമാസത്തിന്റെ അംഗമാണ്. മറ്റു പേര് കൃത്യമായി പള്ളിയിൽ വരുന്നില്ല, പക്ഷെ ഞാൻ കൃത്യമായി പള്ളിയിൽ പോകുന്നു. മറ്റൊരു പള്ളിക്ക് ദശാംശം കൊടുക്കുന്നില്ല, ഞാൻ കൃത്യമായി കൊടുക്കുന്നു. മറ്റു പലരെക്കാൾ നല്ല ആളാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞ ഒരു കമന്റ്, എത്ര ലക്ഷം പേരാ തീപിടി പോലെ ഷെയർ ചെയ്യുന്ന ഒരു കൺവെൻഷൻ ഞാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ സ്വഭാവം നീതിയില്ലാത്ത ഭക്തനേക്കാൾ കർത്താവിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. അതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി. ചുമ്മാ കുറെ പള്ളിയിൽ പോയി പാട്ടും പാടി സൂചിക്കുന്നതല്ല, എന്നിട്ട് ഒരു ഉപകാരം ആദ്യം ചെയ്യുന്നതില്ല. പള്ളിയോട്ട് എല്ലാവരും കൃത്യം വരെ നന്നാപ്പിച്ച് കൊടുത്തു, ഇഷ്ടംപോലെ വളമുണ്ടെങ്കിലും ജീവിതത്തിൽ പാവങ്ങളോട് തെറ്റയില്ല, വിട്ടുവീഴ്ചയില്ല, ജീവകാല പ്രവൃത്തിയില്ല. ചുമ്മാ കമന്റും തകർവും. അങ്ങനെയുള്ള ഭക്തനേക്കാൾ ദൈവനിഷം പള്ളിയിൽ കയറാത്ത നിരീശ്വരവാദിയാണ്. അവൻ പാവങ്ങളെ സഹായിക്കും, രോഗികളെ സഹായിക്കും, നിർദ്ധനരെ സഹായിക്കും. അതാണ് ഒരു പക്ഷേ വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു കെട്ടിയവനുണ്ടെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നതിനേക്കാൾ വില കെട്ടിയവനെ സൂക്ഷിക്കുന്നതില്ല. തളർന്നു കിടക്കുന്ന അമ്മയോടോ കുർബാനയ്ക്ക് പോകണ്ട, അമ്മ മരിക്കുന്നവരെ അമ്മയെ കുളിപ്പിച്ച് പ്രവർത്തിക്കുന്നതില്ല. ചിലരൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, അഭയമന്ദിരങ്ങളിൽ ആദരാലുകൾ കുളിപ്പിക്കാൻ ഓടുക, വീട്ടിൽ ക്ഷീണിക്കുന്ന അമ്മയെ തുഴപ്പിലും കുളിപ്പിക്കുന്നില്ല. ഈ കള്ളഭക്തരെ കണ്ടിട്ടുണ്ട്.
ഞാൻ സമരം പറയുന്നു വിശുദ്ധിയിലെ അകന്ത, വിശുദ്ധിയിലെ അകന്ത. അപ്പൊ നമ്മൾ വിശുദ്ധനാണ്. പള്ളിയും പ്രാക്ടീസും പോലെ ജീവകാല പ്രവൃത്തികൾ സ്വകാര്യത്തിൽ തുടർന്നാലൊക്കെ അത് മറ്റൊരു വേറൊന്നുമാണോ? തമ്പുരാൻ പറയും നിന്നെ ഒന്ന് ഞാൻ അറിയേ. വിശുദ്ധിയിലെ അകന്ത. ചില സഭക്കാരുകൾ ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെട്ടവർ, ബാക്കി എല്ലാവരും തള്ളപ്പെട്ടവർ. ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെട്ടവർ, ബാക്കി എല്ലാവരും തള്ളപ്പെട്ടവർ. തമ്പുരാൻ പറയും ദേവരാജും നിന്നെ ഒന്നും ഹോൾസെയിൽ പറയുന്നില്ല, നിന്നെ ഒന്നും ഞാൻ അറിയില്ല. അതേസമയം ഒരു ബൈബിളും പ്രാർത്ഥനയൊന്നും ആയിട്ടില്ല. ഒരമ്മ എൻ്റെ കർത്താവിനെ ഒന്ന് ചുമ്മാ കിടന്നാ മതി. തമ്പുരാൻ പറയും എൻ്റെ വലതുവശത്ത് നീ വന്നിരിക്കുക. ഒരമ്മ ഒരുപാട് കുർബാനയ്ക്കും പോയി വളരെ ഭാഗം ധരിച്ചു കിട്ടും. എൻ്റെ വലതുവശം നീ ഭയങ്കര വചനവും പ്രഘോഷിച്ചു വരും. ഞങ്ങളാണ് ദൈവരാജ്യം, ഇല്ലെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പറയും നിന്നെ ഒന്നും ഞാൻ അറിയില്ല, വിശുദ്ധിയില്ല. അപേക്ഷിച്ചു പരിഹസിച്ച ഒന്നാമത്തെ അഹങ്കാരം പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം, 2 അറിവിൻ്റെ അഹങ്കാരം, 3 വിശുദ്ധിയുടെ അഹങ്കാരം, 4 അധികാരത്തിൻ്റെ അഹങ്കാരം. അധികാരത്തിൻ്റെ അഹങ്കാരം, അധികാരം തോളനെ തോർത്ത് പോരാ, എനിക്ക് താഴെ പോകും. പിന്നെ ഏത് അധികാരക്കാരും ഒരു ഫോട്ടോ മാത്രം ഇരിക്കും. തെളിവുകളിച്ചിരുന്നു ഒരു ഫോട്ടോ മാത്രം ആവുന്നു. തെളിവിലേക്ക് ഫോട്ടോ ആറായല്ലോ ഇല്ല കാണുന്നു പറയും ഫോട്ടോ ആറായല്ലോ തെളിവുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തു പഠിപ്പിക്കുന്നു. പത്രോസ് കരുതി ഞാനൊരു ഹീറോ, കെട്ടാനും മുറുക്കാനും അറിയാനുള്ള ഒരു ഹീറോ. ക്രിസ്തു പറഞ്ഞു പത്രോസെ പ്രായമാകുമ്പോൾ നിന്റെ ആയ മറ്റൊരാൾ നിർത്തുകയും ഇഷ്ടമില്ലാത്തവരെ നീ അനുകരിക്കുകയും ചെയ്യും. ഹീറോമാരോ ഹീറോയിന്മാരോ ഇല്ല. വരിവരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരല്ലേ. 1980 ആദരവോടെ നോക്കിക്കണ്ട ആളായിരുന്നു അമേരിക്കയുടെ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ്. എല്ലാവരും ചാടി ഇടിച്ചു വീടിടിച്ച് ഓടിച്ചിട്ടിടിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അമേരിക്കയിലെ കെൻഡക്കിയിലെ ലൂയിവിലെ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി അച്ഛന്മാരും ഞാൻ 5 ധരിച്ച് കണ്ട കാഴ്ച അനേകം ഇടിച്ചു വീഴ്ച മുഹമ്മദ് അലി ചെക്കിലേക്ക് കയ്യിലെടുത്ത് ഒപ്പിടണ്ട അയാൾ വരച്ച് പാകിസ്ഥാൻ ലോകത്തിൽ ചെക്കിൽ ഒപ്പ് വീട് കഴിഞ്ഞു. 3 ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ മെഡൽ മേടിച്ച അമേരിക്കൻ കാൾ ലൂയിസ് 5 മിനിറ്റ് മിന്നണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. നിത്യകാല ഹീറോമാരോ ഹീറോയിന്മാരുമില്ല. നമ്മൾ എത്രത്തോളം വലിയവരാണ് വളരെ വിനീതരാകണം, വളരെ വിനയമുള്ളവരാകണം. ക്രിസ്തു അധികാരത്തിന്റെ അഹങ്കാരത്തെ യേശുവിനേശിച്ചു. ഒരു ഗ്രാമത്തിൽ കേരളത്തിൽ വൈകുന്നേരം 4 ഫയർമാൻ ഒരു സൈക്കിളുമായിട്ട് ചെറിയ മൈക്രോഫോൺ വരും, പാട്ട് വെച്ചു, എന്തൊക്കെയോ പറഞ്ഞു, ബെർമുഡ വലിച്ചു, അദ്ദേഹത്തെ എണ്ണ വരുത്തി. എന്നിട്ട് ഇപ്പം 500ഓളം ഗ്രാമവാസികൾ ഫയർമാൻ്റെ അഭ്യാസം കാണാൻ വേണ്ടി വന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഫയർമാൻ ഒരു ചെറുനാരങ്ങ എടുത്തു, നാരങ്ങ മുറിച്ച് ഒരു മുര കടന്നു, മറ്റേ ഒരു കൈ പിടിച്ചു. എല്ലാവരും നോക്കിയിരിക്കെ ഒരു ഞെക്ക്, ഒരു മുക്ക്, ഒരു പീച്ച്, ഒരു കറുത്ത്. നാരങ്ങാട് കടാസ്വന നീല പശ മൊത്തം പുറത്തേക്ക് ചാടി. എല്ലാവരും നോക്കിയിരിക്കെ ഉണങ്ങിയ നാരങ്ങാത്തൊലി കാണിച്ച് ഫയർമാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞെടുക്ക തൊലിയെന്ന് ഒരു തുള്ളി നീര് ആരെങ്കിലും എടുത്താൽ എടുക്കുന്നയാൾക്ക് 500 രൂപ ക്യാഷ് ആവാം. എല്ലാവരും വായുവത്തിൽ മാറുന്നത് ഫയർമാൻ എനിക്ക് തൊലിയെന്ന് നേരിടാൻ പറ്റുമോ? അപ്പോൾ 65 വയസ്സ് പ്രായം വരുന്ന ഒരു മാന്യനായ മനുഷ്യൻ നരച്ചമുടി വകഞ്ഞീരി കണ്ണട വെച്ച് ജൂവായും പൈജാമയും വെച്ച് മുമ്പോട്ട് കയറുന്നു. ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. ഈ 65 വയസ്സുള്ള ആൾ പറഞ്ഞു തൊലി ഇങ്ങോട്ടില്ല, ഞാനും നോക്കട്ടെ. ഫയർമാൻ തൊലി കൊടുത്തു. ഈ 65കാരൻ വളഞ്ഞിന്ന് ഒരു ഞെക്ക്, ഒരമുക്ക്, ഒരു പിടിച്ച് ഒരു നാരങ്ങാമത്തെ നീരും പോലെ ഈ 65കാരൻ ഫയർമാൻ തിരിഞ്ഞെടുക്കിയ തൊലിയെ നിർത്തും. ഫയർമാൻ 500 രൂപ ഒത്തുപിടിച്ചു. നേരെ ആരാ? അദ്ദേഹം പറഞ്ഞു ഞാൻ വൃദ്ധനായത് സ്ഥലമായത് മനസ്സിലാണ്, ഒരു പരിപാടി നടക്കുന്നുണ്ട്, എങ്ങനെ ക്രിയേറ്റുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്കറിയാൻ പറ്റും. വഴിവരെ തോപ്പിക്കുന്നത് ഏറ്റവും സാധാരണ ലക്ഷ്യം വഴിവരെ തോപ്പിക്കും. പണ്ട് ഒരു ഗുണപാഠ കഥ കുട്ടിക്കാലത്ത് നാട്ടിൽ പഠിച്ചിരുന്നു. ആമയും മുയൽ പല്ലും പഠിച്ചിട്ട് കാണും. ആമയും മുയലും ഒരുമിച്ച് പോയി. മുയലോർത്തു ഇടയ്ക്ക് ഉറങ്ങാം. ആമ എഴുതി വരുമ്പോൾ 2 ചാടുകൾ വെള്ളം മേടിക്കാം. പക്ഷെ മുയൽ ഇറങ്ങിപ്പോയി. ആമ മുയലിനെ തോപ്പിച്ചു, നിസ്സാരം വലിയവരെ തോപ്പിച്ചു. കണ്ടുപിടിച്ച കഥയാണ്. ഈയിടെ ആ കഥ ശരിയല്ല, അത് മാറിപ്പോയിന്നൊക്കെ വ്യാഖ്യാനം നിന്നു. ജയിച്ചതും മുയലായിരുന്നു, പ്രശ്നം അതറിയായി.
റബറി തമിഴനായിരുന്നു. മകൾക്ക് റബറി മുയലാണ് യേശു തരുവരും ആമ ആമ ഞാമ യേശു മുയൽ കുറ്റു അവർക്ക് മാറിപ്പോയതാണ്. ശക്തന്മാരെ പ്രതിയുള്ള സാരപ്പെടുന്നതാണ്. നമുക്ക് ഒന്നും ആഗ്രഹിക്കാൻ നമുക്ക് ഒന്നുമില്ല ജീവിതത്തിന്. ദൈവങ്ങളുടെ വഴി ആ വഴി വിശുദ്ധിയോടെ നന്മയോടെ നമ്മൾ നീങ്ങണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ. ഗലാത്യർ 5:16 മുതൽ. ജലത്തിന്റെ വ്യാപാരങ്ങൾ. ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. ജലത്തിന്റെ വ്യാപാരങ്ങൾ. അശുദ്ധി, ദുർവൃത്തി എന്ന് പറഞ്ഞാൽ ജൈവികമായ പാപങ്ങൾ, സ്വയംഭോഗം, സ്വർഗഭോഗം, നീലക്കാസറ്റ്, ഇതിനൊക്കെയുള്ള അതിനൊരു അശുദ്ധി, ദുർവൃത്തി. ആഭിചാരം, വാരകരം, രാഹുകാലം, പാപിപത്യം, വിശ്വാസം. ആഭിചാരം. മറ്റൊരു അസൂയ. എന്താ അസൂയ? ഒരാൾക്ക് നന്മ വരുമ്പോൾ നീളവും വലുവും, തിന്മ വരുമ്പോൾ സന്തോഷവും. ഇതാണ് അസൂയ. ഒറ്റ വ്യാഖ്യാനങ്ങളുള്ളൂ. അവന്റെ നന്മയും എനിക്ക് പ്രയാസം, അവന്റെ തിന്മയും എനിക്ക് സന്തോഷം. ഇതാണ് അസൂയ. അസൂയ നിസ്സാരങ്ങളുടെ ഭാവമല്ല. ആദ്യത്തെ കൊലപാതകം അസൂയയിൽ നിന്നാണ്. കായൽ ആവേണ്ടവൻ. സൗൽ രാജാവ് ദാവീദിന്റെ അസൂയ കൂന്തവനെ കൊല്ലാൻ നോക്കി. ശിഷ്യന്മാർക്ക് അസൂയ. മറ്റൊന്നാണ് അഹങ്കാരം. പറഞ്ഞുപോയി. കോപം, നിയന്ത്രിക്കാൻ മേലാത്ത കോപം പാപത്തെയാണ് സൂചിപ്പിക്കുക. ഭാര്യയോട് കോപിക്കാം, ഭർത്താവിനോട് കോപിക്കാം, മക്കളോട് കോപിക്കാം. പക്ഷെ നിയന്ത്രണമില്ലാത്ത കോപം, വേണ്ടാത്ത വാക്ക് പറയാം, പാത്രം കണ്ടി പൊട്ടിക്കുക, ദൈവത്തെ കൈവെക്കാൻ തോന്നുക, നിയന്ത്രണമില്ലാത്ത കോപം, ഇതൊക്കെ പാപത്തെ സൂചിപ്പിക്കും. വീണ്ടും ക്ഷമിക്കാത്ത മനസ്സ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു വാശി കഴിയുമ്പോൾ ഇനിയും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവിടെ ക്രിസ്തുവിന്റെ മാതൃക. കുരിശിൽ മരിച്ചപ്പോഴും അവൻ ക്ഷമിച്ചു. പിതാവേ, ഇവൻ ചെയ്യുന്നു എന്ന് മര്യാദയാൽ ഇവരോട് ക്ഷമിക്കാൻ കഴിയും. കുരിശി കണ്ടും ക്രിസ്തുവിന്റെ ക്ഷമ. സെന്റ് സ്റ്റീഫൻ കല്ലെറിയപ്പെട്ടപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ച മരിക്കുക. നമുക്കും ഈ ക്ഷമ വേണം. നമുക്ക് ക്ഷമയുണ്ട്. നമ്മുടെ ക്ഷമ ഒരു പ്രത്യേക രീതിയില്ല. ഒരു വഴിയിൽ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ 70-കാരൻ അപ്പനും 40 വയസ്സുള്ള മോനും തമ്മിൽ പിണക്കം. പിണക്കത്തിന് കാരണം മോനെ കുഴപ്പമാണ്. കല്യാണം കഴിച്ച നാൾ കൊണ്ട് അവന് അപ്പനും വേണ്ട അമ്മയും വേണ്ട, അവരെ വെള്ളനൂതി മാത്രം മതി. അപ്പനും അമ്മയും നല്ല ബന്ധനം. ഞാൻ പറഞ്ഞിട അപ്പൻ്റെ അമ്മയുടെ കണ്ണിന് ആസില്ല. അതിൽ നിന്റെ കുടുംബം പൊള്ളിപ്പൊള്ളി ചായവാ. അപ്പനോട് മാപ്പി ഒതിക്കണം. അപ്പനോട് പറഞ്ഞു, മകൻ മാപ്പി ഒതിക്കുമ്പോൾ അപ്പൻ അവന് ക്ഷമ കൊടുക്കണം. സമ്മതിച്ചു. രാവിലെ 9 മണിക്ക് പള്ളിമേടെ വരാന്തി മേശയിൽ നൽകി ഞാനെന്നും വലുത് അപ്പനെന്നും എടുത്ത് മോനി വരുന്നു. രണ്ടുപേരും തുറിച്ച് നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഞാനൊരു ശരിയെ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞപോലെ പറയണം. അവൻ പറഞ്ഞു, അപ്പ അറിവില്ലായ്മ കൊണ്ട് അതും ഇതും പറഞ്ഞുപോയി, മാപ്പാക്കണം, ഇനി മേലിൽ ആവർത്തിക്കുകയല്ല. അവൻ അനുതാപത്തോടെ ചെയ്യുന്നു. അപ്പൻ കുറെ കൂടി ഗൗരവത്തിൽ ഇനി അപ്പൻ എഴുതിയിട്ട് കുത്തിയിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു എന്ന് പറയാൻ. ഞാൻ ചാരി എഴുതിട്ട് മോനെ നോക്കിയിട്ടാ ഈ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചൊല്ലിയ നീ ഗുണം പിടിക്കാൻ പോകണ്ടാട്ടോ, ഒറ്റ ഇരുന്നു. പലപ്പോഴും നമ്മുടെ ക്ഷമ ഇങ്ങനെ. ക്ഷമിക്കുമ്പോൾ ഇന്നർ രീതി, ആന്തരിക സൗഖ്യം. ക്ഷമിക്കുമ്പോൾ ഫിസിക്കൽ രീതി. പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ രോഗശാന്തി ലഭിച്ചവനായി മാറി. ക്ഷമിച്ചില്ലേ രോഗം. അങ്കമാലി കവിതയിൽ വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണ ദിവസം ഉച്ചകഴിഞ്ഞ് ആന്റണിക്ക് ഒരു പ്രോഗ്രാം. ഒരിറങ്ങി വന്ന് വിസിലൂതി 1000-ഓളം ആൾക്കാർ റോഡ് 2 സൈഡിലും മെയിൻ റോഡ് ഫ്രീ ആക്കിയിട്ട് 5 ചെറുപ്പക്കാരിയെ ഒരു മുഴുത്ത പഴം കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്കോട് വിളിച്ചു. 30 പെണ്ണുങ്ങൾ വടക്കിൻ്റെ വടക്കേ അറ്റത്തും ഒരു പിടിയാന തേങ്ങയറ്റത്തും. ആ വർഷത്തെ ഓണം സ്പെഷ്യൽ 30 പെണ്ണുങ്ങളും പിടിയാനകളുള്ള വടമതിയായിരുന്നു. ആൾക്കാർ നോക്കി വിസിലൂതി. ആന വടക്കേ പിടിച്ച് പോയി, പെണ്ണുങ്ങളും പോയി. 2 മിനിറ്റായി. 1 ഇഞ്ച് പോലും ആനയെ അനങ്ങാൻ പെണ്ണുങ്ങൾ വെക്കിയല്ല. ആനയ്ക്ക് നല്ല പിടിവാശി. പിടിയാനത്തെങ്കിലും പെണ്ണുങ്ങളെ 1 ഇഞ്ച് പോലും നിൽക്കാൻ പറ്റുന്നില്ല. കാരണം പെണ്ണുങ്ങൾക്ക് പിടിയാനേക്കാൾ പിടിവാശി ഉണ്ടെന്ന്. കല്യാണം കഴിക്കാത്ത ഞാൻ പെണ്ണ് കെട്ടിയാണെന്നുള്ളൂ, പറയാൻ കാര്യമില്ല. ഇങ്ങനെ മരിച്ചു മുറിയുന്നു. ഇപ്പം പൊട്ടുമെന്ന് വരുത്തി 3-5 ആയപ്പോൾ അവിടെ കൂടി നിന്ന 1000 കണ്ടത് അവസാന കാലം വരെ ഓർക്കാനുള്ള ഒരു മനോഹരമായ കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങി. 3-5 ആയപ്പോൾ
മൂക്കി പിടിച്ച പടത്തേന്ന് പിടിയാൻ അങ്ങ് വിട്ടു. പിന്നെ ഓണക്കാഴ്ച വീട്ടിലെല്ലോ കരുതുന്നത് ഇറങ്ങി 30 ആകാശം സാക്ഷിയാക്കി ഒരു കിടപ്പ്. ആർക്കാ നേട്ടം? പിടിച്ചുകൊടുക്കുന്ന പെണ്ണിനെക്കാളും വിട്ടുകൊണ്ട് ആനിക്കാണ്. ക്ഷമിക്കാതെ തന്നെ വിട്ടുകൊടുക്കുക, അയഞ്ഞു കൊടുക്കുക. ക്ഷമിക്കാതിരുന്നു മാനവികമായിട്ട് മരുന്നടിച്ച് വീഴുക. ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഈ മണിക്കൂർ നമ്മൾക്കും 1 മണിക്കൂർ 10 മിനിറ്റ് ആകും വരെയും നമ്മൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. ചില അവസാനം നമുക്കറിയാം നീണ്ട സമയം നമ്മൾ ഗൗരവത്തിൽ പറഞ്ഞു പോയാൽ എത്ര നല്ല കാര്യം വന്നാലും കുറെ കഴിയുമ്പോൾ മടുക്കും. ചിലപ്പോൾ ഇങ്ങനെ നീണ്ട മണിക്കൂർ ഉച്ചയിലൊക്കെ ചില പന്തിനെ പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂറിൽ ചില പെണ്ണുങ്ങൾ അച്ഛനെ തോന്നി ഇങ്ങോട്ട് വാ കലയാകുന്നതാണ്. നമുക്ക് ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. ഭാഗ്യവാനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ. മുടിയൽപുത്രന്റെ ചിത്രം അത് വേണ്ട അവസാനിപ്പിക്കാം. ലൂക്കോസ് 15 മുതൽ വാക്യങ്ങൾ. മുടിയൽപുത്രന്റെ 7 വീഴ്ചകളും 7 എഴുന്നേൽക്കലുകളും. ഇതാണ് ഭാവവും മനസ്സാകുന്നു. 7 വീഴ്ചകൾ എന്തെല്ലാവാം? 1 സെൽഫ് വിൽ, സ്വന്തം ഇഷ്ടം. സെൽഫ് വിൽ എന്ന് ഇഷ്ടം പോലെ ഗീതം മേടിക്കും. ഒരു കെട്ടിയവൻ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചാൽ, ഒരു ഭാര്യ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചാൽ, മക്കൾ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചോ പടിപടിയായി തകരും. സെൽഫ് വിൽ, സ്വന്തം ഇഷ്ടം. 2 സെൽഫിഷ്നെസ്, സ്വാർത്ഥത. അവൻ ഗീതം മേടിക്കും എന്നത് സെൽഫ് വിൽ, മേടിച്ചു എന്നത് സ്വാർത്ഥത, സെൽഫിഷ്നെസ്. 3 സെപ്പറേഷൻ, അകൽച്ച. അവൻ ദൂരദേശത്തേക്ക് പോയി. അപ്പനും വീടിനും സെപ്പറേഷൻ. അവൻ ദൂരദേശത്തേക്ക് പോയി. പള്ളിയിൽ നിന്നകന്നു, പട്ടക്കാരിൽ നിന്നകന്നു, കുർബാനയിൽ നിന്നകന്നു, കൂട്ടായ്മയിൽ നിന്നകന്നു. അവൻ ദൂരദേശത്തേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ 4-ാമത്തെ ശരി സെൻഷ്വാലിറ്റി, സുഖലോലുപത. സെൻഷ്വൽ പ്ലഷേഴ്സ്, സെൻഷ്വാലിറ്റി, സുഖലോലുപത. കിട്ടിയതെല്ലാം ദൂർത്തടിച്ചു. പണം ദൂർത്തടിച്ചു. നമ്മളിൽ പക്ഷേ നമ്മുടെ സൗന്ദര്യം ദൂർത്തടിക്കാം, ആരോഗ്യം ദൂർത്തടിക്കാം, സമ്പത്ത് ദൂർത്തടിക്കാം, സമയം വേസ്റ്റാക്കാം. സെൻഷ്വാലിറ്റി, സുഖലോലുപത. അവിടെ 5-ാമത്തെ സ്റ്റേജിലേക്ക് വരുന്നു. അതാണ് സ്പിരിച്വൽ സ്റ്റാർവേഷൻ, ഒരാത്മീയ ദാരിദ്ര്യം, സ്പിരിച്വൽ സ്റ്റാർവേഷൻ. ആ നാട്ടിൽ ഒരു കടുത്ത ക്ഷാമമുണ്ടായി. കുറെ കഴിയുമ്പോൾ ഒരു അപർബാധയല്ല പോലും പറ്റിയല്ല, ഒന്നും സംസാരിക്കാൻ പറ്റിയല്ല, കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ല, ബൈബിൾ വായിക്കാൻ പറ്റിയത്. ഈ നാട്ടിൽ ഒരു കഠിന ക്ഷാമം, സ്പിരിച്വൽ സ്റ്റാർവേഷൻ. അവിടെ 6-ാമത്തെ ശരി സ്പിരിച്വൽ ഡീജനറേഷൻ, ആത്മീയ അധപതനം. സ്പിരിച്വൽ ഡീജനറേഷൻ, ആത്മീയ അധപതനം. അവൻ വീട്ടുമേശയിൽ നിന്ന് പന്നിക്കുഴിലേക്ക് പോയി. പടിപടിയായി അധപതിച്ചു. ഒറ്റ ചാട്ടമല്ല, സ്പിരിച്വൽ ഡീജനറേഷൻ, ആത്മീയ അധപതനം. അതിന്റെ ഫൈനൽ സ്റ്റേജ് സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ, ആത്മീയ തകർച്ച. ഒരു നന്മയും കാണാൻ പറ്റിയില്ല, തവിട് പോലും തിന്നാൻ പറ്റിയില്ല. ഒരു നന്മയും ഒരു ഹൃദയം കണ്ടെത്താൻ പറ്റിയില്ല, തവിട് പോലും. ഇതാണ് സെൽഫിൽ, സ്വന്തം ഇഷ്ടം. സെൽഫിഷ്നെസ്, സ്വാർത്ഥം. സെപ്പറേഷൻ, അകർച്ച. സെൻഷ്വാലിറ്റി, സുഖലോലുപത. സ്പിരിച്വൽ ക്ലൈമസ്, ആത്മീയ വളർച്ച. സ്പിരിച്വൽ ഡീജനറേഷൻ, ആത്മീയ അധപതനം. സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ, ആത്മീയ തകർച്ച. ഇവിടെ കൊണ്ട് തീർന്നില്ല, ഇനിയൊരു മറുപുറം. അതാണ് കൺവേർഷൻ ഈസ് ആൻ അസെൻഡിങ് പ്രോസസ്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്, കൺവേർഷൻ ഈസ് എൻ അസെൻഡിങ് പ്രോസസ്. അവിടെ 7 സ്റ്റേജ്. 1 റിയലൈസേഷൻ, സുബോധം. സുബോധമുണ്ടായി, റിയലൈസേഷൻ. അവർ മനസ്സിലായി ഇത് പതിവേലിയാണ്, ഇത് വേസ്റ്റാണ്, ഇവിടെ കിടക്കേണ്ട ആളല്ല ഞാൻ. ഒരു സുബോധം നമുക്ക് മർത്തോമാ സഭയിലെ ഒരു അപ്പനാണ്, അമ്മയാണ്. സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ ഭർത്താവിന് മുഴുവൻ ശരിയല്ല, ഞാൻ അച്ഛനാണ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ബന്ധങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് സുബോധം, റിയലൈസേഷൻ. 2 റെസല്യൂഷൻ, തീരുമാനം. ഇനി ഞാൻ ഉപേക്ഷിക്കും, ഇവിടെ വിട്ട് ഞാൻ പോകും, ഈ പതിവ് വിട്ട് പോകും, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പൻ്റെ വീടുണ്ട്, സുബോധം, അവിടെ ഞാൻ പോകും. നല്ല തീരുമാനങ്ങൾ. നമ്മൾ നാളെ എഴുന്നേൽപ്പോൾ നദിയല്ല, ദൈവം തോന്നിക്കുമ്പോൾ നല്ല തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന് ജനുവരി ഫെബ്രുവരി ഇല്ല, നമ്മുടെ ദൈവത്തിന് 2024 വിഭജിച്ചില്ല, നമ്മുടെ ദൈവത്തിന്
60-55 വയസ്സില്ല. ദൈവത്തിനുള്ളതേ ഉള്ളൂ നൗ, ഇന്ന്. ദൈവത്തിനുള്ളത് ഇന്നെന്നുള്ളതാണ്. നാളത്തെ ശരിയുണ്ട് എന്ന് വിശാലമാണ് സമയത്തിന് പറയും. നമുക്ക് തീരുമാനമെടുക്കും. 1 സുബോധം, തന്നെ തീരുമാനം. 3 റിപ്പൻറ്റൻസ്, പശ്ചാത്താപം. ഒരു വീഴ്ച വന്നു, ശരിയല്ലെന്ന് ചുമ്മാ ചിന്തിക്കണം. പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ, ഒന്ന് ചിന്തിക്കണം. അങ്ങനെ എന്നെ ഭാവം ചെയ്തു, ശരിയല്ലല്ലോ. റിപ്പൻറ്റൻസ്, റിയലൈസേഷൻ, റെസല്യൂഷൻ, റിപ്പൻറ്റൻസ്. 4 റിട്ടേൺ, തിരിച്ചു പോക്ക്. ടു റിട്ടേൺ, തിരിച്ചു പോക്ക്. ഒരു തീരുമാനമെടുക്കുന്നത് ആരംഭിക്കാം. സന്ധ്യാപ്രാർത്ഥന നിന്നുപോയി തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രി മുതൽ ആ സന്ധ്യാപ്രാർത്ഥന വെച്ചാണ്. ബൈബിൾ വായന നിന്നുപോയി ഓർമ്മയുണ്ടോ? ഇന്നു മുതൽ ആ ബൈബിൾ വായന തുടരണം. കുർബാനയ്ക്ക് ഒരു വീഴ്ചയുണ്ടോ? ഈ ആഴ്ച മുതൽ ആ കുർബാനയിൽ പങ്കെടുക്കണം. അതാണ് റിട്ടേൺ, തിരിച്ചു പോകുക. 5 റീയൂണിയൻ, പുനർസംഗമം. തിരിച്ചു ചെന്നപ്പോൾ വിരിച്ച കാര്യങ്ങളുമായി അപ്പൻ നിൽക്കുന്നു. His father was waiting that with extended hand to embrace him by and welcome him back. അതാണല്ലോ അയാൾ തിരിച്ചു വരിക. നമ്മുടെ അപ്പനെ കാണുന്നു. നമ്മൾ തിരിച്ചെല്ലാം മനസ്സിലുണ്ടോ? ദൈവം അംഗീകരിച്ച് സ്വീകരിക്കും. അവിടെ നിന്ന് പറയുന്നു, വരൂ രമണപ്പെടാം, നിരന്തരം പിടിക്കുന്ന ദൈവമാണ്. അതാണ് റീയൂണിയൻ. അവിടെ 6ാമതൊരു സ്റ്റേജുണ്ട്, റീക്ലോത്തിങ്. ടു റീക്ലോത്ത്, അലങ്കൃതനായി റീക്ലോത്തിങ്. മാമോദിസയായി സ്വീകരിച്ച ആ വിശുദ്ധിയുടെ വസ്ത്രം വീണ്ടും അറിഞ്ഞു അറിയാതെയോ അച്ഛനായി ഒരു പാളിച്ചൊന്നോ തിരുത്താൻ ദൈവം സമയത്തെ നിങ്ങൾക്ക് നമുക്ക് റീക്ലോത്ത്. അലങ്കൃതനായി മരപ്രസാദത്തിന് പുതിയ വസ്ത്രങ്ങൾ ദൈവം നമ്മളെ പുതപ്പിക്കണം. അവിടെ ഫൈനൽ സ്റ്റേജ് 7 റിജോയ്സിങ്. ആഹ്ലാദ ആരവമുണ്ടായി. റിജോയ്സിങ്, ആഹ്ലാദ ആരവമുണ്ടായി. ശരിക്കും പലരും കഴിയുമ്പോൾ ഉള്ളിൽ ആഹ്ലാദം. എന്തിനാ കഷ്ടപ്പെട്ട് മരാമണ്ഡ വിഷി ആൾക്കാർ വിടുക? അത് കഴിയുമ്പോൾ ഒരാത്മീയ ആഹ്ലാദം. എന്തിനാ പാരിഷ വിഷി വരിക? ശ്രമിച്ചു കഴിയുമ്പോൾ ഒരാത്മീയ ആഹ്ലാദം. ഇതിലേക്കാണ് ദൈവം നയിക്കുക. ഏതെല്ലാം മേഖലകൾ വീഴ്ചകൾ തിരുത്താനും ദൈവത്തിലേക്ക് തിരിയുവാനും മടക്കയാതെ നൽകാനും ദൈവം വിളിക്കുന്നു. ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. നല്ലവനായ കർത്താവ്, പാപവിമോചകനായ, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ കലകളെല്ലാം കാര്യദൂഷിലെ തിരിച്ചു വരാൻ കഴിയും. വിശദീകരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയായിട്ട് നമ്മെ ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിസ്തൃതം ധ്യാനിക്കാം. കേട്ടുവായി സ്ഥാനത്ത് ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിലായിരിക്കാനും നിന്റെ ചിന്തകളെ ഗ്രഹിക്കുവാനും തന്ന കൃപയോട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തന്ന അച്ഛനെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കും. ദൈവമേ, ഞങ്ങളിൽ പാപബോധം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേദന നൽകുന്നതാണോ എന്ന് ഒരു വിചിന്തനം ചെയ്യുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രവൃത്തികൾ പിന്നീടുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി തീരുന്നോ, ഞങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഭാരമായി തീരുന്നു എന്ന് ചിന്തിക്കുവാൻ നീ സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ദൈവമേ, നീ എവിടെയെന്നും നിന്റെ സഹോദരൻ എവിടെയെന്നുമുള്ള ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ മുഖം വാടിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങൾക്ക് കോപത്തിന് ഇടവരുന്നുവെന്നും ചിന്തിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ കാരണം ഞങ്ങളുടെ ചക്രവാളങ്ങൾ ചുരുങ്ങി പോകുമെന്ന് ചിന്തിക്കുവാൻ നീ സഹായിക്കണമേ. ദൈവമേ, നീ ഞങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്തിരുന്ന നന്മകളെ മറന്ന് ജീവിക്കുന്നവരാണോ എന്ന് ഞങ്ങൾക്കൊരു ചിന്ത തരണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും, ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ
ഞങ്ങളുടെ സഹജീവികൾ മറ്റുള്ള മനുഷ്യരിൽ നടന്നു പോകുവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസാക്ഷിക്ക് വിള്ളലുകൾ വരുത്തുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നിരാശയും അഹന്തയും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങൾ പ്രലോഭിതരായി നിൽക്കുവാൻ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ ചുറ്റുപാടിൽ നിന്ന് പ്രലോഭിതരായി പോകുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജഡത്തിലെ അഹന്തയും ജഡത്തിൽ നിരാശയും ഉണ്ടാകുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. ഈ വചനം കേട്ട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ പാരമ്പര്യത്തിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയുവാൻ ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ അധികാരത്തിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ മാറ്റിത്തെറ്റുവാനെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ വിശുദ്ധിയുടെ അലങ്കാരം ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ അധികാരത്തിന്റെ അലങ്കാരങ്ങൾ നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ അറിവിന്റെ അഹങ്കാരത്തെ നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്നിൽ ഏറ്റവും വിനയുള്ളവരായി ജീവിക്കുവാൻ ഈ വചനം കേൾപ്പി ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അമുടിയനായ പുത്രനെ പോലെ ദൈവമേ, നിന്നിലേക്ക് ഒരു മടങ്ങി വരവ് ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി മടങ്ങി വരുവാൻ നീ ഇടവരുത്തുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, വചനം ശ്രമിച്ച ഞങ്ങളുടെ ഇവിടെ എല്ലാവരെയും ഇതൊരു അനുഗ്രഹത്തിന് മാത്രമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങൾ കേൾക്കാരായി മാത്രം ഇരിക്കാതെ ദൈവമേ, ഈ വചനം ഞങ്ങളോട് പ്രവർത്തിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, വചനം സംസാരിച്ചതിന്റെ അച്ഛനെ ഒരു പ്രാവശ്യം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവമേ, വചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വചനം കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തിൽ മാത്രം നമുക്ക് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പത്താമത്തെ ഗീതം പാടുമ്പോൾ സ്തോത്രം സമർപ്പിക്കാം. സോങ് നമ്പർ 10. കൃപയിലും കർത്താവിൻ വിശ്വാസം അതിനാലും ആശ്വാസം എന്ന ഗീതം പാടുമ്പോൾ സ്തോത്രം. സോങ് നമ്പർ 10 കൺവെൻഷൻ ഗാനങ്ങൾ പൊതുസമിതി ഗീതങ്ങൾ.
UNSA മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. ജോസഫ് അച്ഛനതിൻ്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. UNSA മീറ്റിംഗ് ഉണ്ടായിരുന്നതായിരിക്കും. സെൻറ്ററിലെ മറ്റ് ഇടവകളിൽ നിന്നുള്ള യൂത്തിനെയും ഈ സമയത്ത് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്യുന്നു. നാളെ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയുള്ള യോഗം ഉണ്ടായിരിക്കും. അതിനുശേഷം വൈകിട്ട് കൺവെൻഷൻ യോഗം ആരംഭിക്കുന്നതായിരിക്കും. 7 PM കൺവെൻഷൻ യോഗം ആരംഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ കൺവെൻഷനിൽ വ്യാപരിച്ച ദൈവകൃപകൾക്ക് സ്തുതിക്കട്ടെ. പ്രത്യേകിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇമാനുവൽ വിശ്വാസവാടി ഇടവ വികാരിയായിരിക്കുന്ന അച്ഛൻ കൊച്ചമ്മ ഇടവ അംഗങ്ങളൊക്കെയും നമ്മളൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു. ദൈവകൃപ ധാരാളമായി വ്യാപരിച്ചിരിക്കുന്നു. യഥാർത്ഥ സംശയമില്ല. നമ്മുടെ സഹോദര ഇടവകൾക്കെയും ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമാകുന്നു യഥാർത്ഥ സംശയമില്ല. എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് മാർത്തോമാ സെന്റ് പീറ്റേഴ്സ് നാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തെ സംബന്ധിച്ച എല്ലാവരും ഒറ്റ വാക്കിൽ വീണ്ടും അധ്യാപിക ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാൻ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനുഗ്രഹം പ്രാർത്ഥിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്യും. എല്ലാവർക്കും വേദനയുണ്ട്. ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വചനത്തിൻ്റെ തണലിൻ കീഴിൽ ഇരുപ്പാൻ ഞങ്ങളെ എന്ന് സഹായിച്ചുവല്ലോ. കർത്താവെ, ഈ വർഷവും ഞങ്ങൾക്ക് കൺവെൻഷനായി കൂടി വരുവാൻ ഇടയാക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിന്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നവീകരണത്തിന്, ഞങ്ങളുടെ മാനസാന്തരത്തിന് തിരിച്ചുവരവിനൊക്കെ ഈ കൺവെൻഷൻ മുഖാന്തരമാക്കി തീർക്കണമേ. കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ വെറുതെ ജീവിക്കുന്നവരായിട്ടല്ല, ഈ ലോകത്തിൽ മാതൃകയുള്ളവരായി സ്വർഗീയ പൗരത്വമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് വചനം വായിച്ചെന്ന പ്രിയ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർവാധികം നാളത്തെ ദിവസവും വരുന്ന ദിവസങ്ങളിലൊക്കെ അവനെ ശക്തിപ്പെടുത്തണമേ. അനേക വചനത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് നയിപ്പാൻ അവനെ ഇടയാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടവയ്ക്ക് നൽകുന്ന പ്രിയ അച്ഛനെയും കുടുംബമായി ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടവചനങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് വന്ന് സംബന്ധിപ്പാൻ സാധിക്കാത്തവരുണ്ട്. കർത്താവെ, അവരെ മാരിക്കുന്നിടങ്ങളിൽ കൃപയിൽ കാത്തു വേണമേ. കർത്താവെ, ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകാശിതരായി ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വസ്തുക്കളിലും ഇന്ന് കൂടിയിരുന്ന് അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവെ, ലോകത്തിൽ മാതൃകയുള്ളവരായി സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രി തുറന്നുള്ള അവസരത്തിൽ ഞങ്ങളെ ക്ഷേമത്തോടെ കാത്ത് പരിപാലിച്ച് നല്ല വിശ്രമത്തെ ഞങ്ങൾ ഓരോരുത്തർക്കും ഒരുക്കി തരണമേ. വീണ്ടും കൂടി ഒരുവോളം നിന്റെ കൃപയെ ഞങ്ങളെ എല്ലാവരെയും പുതിഞ്ഞുകൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുഭരാത്രി. ശാന്തമായി